ولك الحمد أنت قيوم السماوات والأرض ومن فيهن. الحمد لله الذي وما كنا لنهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وأشهد أن سيدنا وحبيبنا وما تؤمر ستجدني إن شاء الله من الصابرين. أسلم وتله للجبين وناديناه يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين. صدق الله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب لا حول ولا قوة إلا بالله. ബഹുമാനനായ അധ്യക്ഷൻ, ഈ ഒരു പരിപാടിയിൽ ഹജ്ജിന്റെ പ്രായോഗികമായ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുന്ന TKP മുസ്തഫ, ഇതിന്റെ സമാപനം നിർവഹിക്കുന്ന ബഹുമാന്യനായ പണ്ഡിതൻ ഷാഫി സാഹിബ്, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഹജ്ജ് നിർവഹിക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഹാജിമാരെ, ഹാജകളെ അള്ളാഹു മഖ്ബൂൽ, സ്വീകരിക്കപ്പെട്ട മബ്റൂർ ആയ ഹജ്ജും ഉംറയും സിയാറയുമായി ഇതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. സാധാരണയായി ധാരാളം ക്ലാസുകളും വിശദാംശം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അങ്ങനെ ക്ലാസുകൾ കേൾക്കുന്നതിലൂടെ രണ്ട് കാര്യങ്ങൾ ഹജ്ജിന് പോകുന്നവർക്ക് സംഭവിക്കാറുണ്ട്. ഒന്ന്, അത്യാവശ്യ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ രൂപപ്പെട്ടു വരും. മനസ്സിനെ അലട്ടുന്ന ചില സംശയങ്ങളൊക്കെ ദൂരീകൃതമാകും. ഇത് ഒരു ഉപകാരമാണ്. രണ്ടാമത്തത്, ബേജാറ് കൂടും. ബേജാറ് കൂടി എന്തോ ഒരു ഇടങ്ങേറിനാണോ റബ്ബേ ഒരുങ്ങി പുറപ്പെട്ടത് എന്നൊരു തോന്നൽ. ഇപ്പോ ഹജ്ജിന് സാധാരണയായിട്ട് പുറപ്പെടാൻ തീരുമാനിച്ച സ്ത്രീകള് ഇപ്പോ എവിടെ കാണുമ്പോൾ പറയും ഇപ്പൊ നടക്കാൻ തുടങ്ങിയെന്നാണ്. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് നടന്ന് മുട്ടിന്റെ പരിപ്പെടുത്തിട്ട് ഹജ്ജിന് പോകുന്നു എന്നുള്ളത് ചില ആളുകൾ എത്തിയിട്ടുണ്ട്. എക്സസൈസ് ഒക്കെ നല്ല തന്നെയാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മുസ്തഫാന്റെ പ്രഭാഷണത്തിൽ കാര്യമായിട്ട് ഉണ്ടാവുമായിരിക്കും, ഫിസിക്കൽ ഫിറ്റ്നസ്. പക്ഷെ ഇതൊരു ആദിയായി, വേവലാതിയായി അങ്ങനെ ഒരു പ്രയാസത്തിലേക്ക് എത്തുന്ന ആളുകളെയും കാണാം. എനിക്ക് ഈ ക്ലാസ്സിൽ ആമുഖമായി അനേകം ഹാജിമാരെ അഭിമുഖീകരിച്ചതിന്റെ ഒരു അനുഭവത്തിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഒരു ബേജാറും വേണ്ട എന്നതാണ്. ഒരു കർമ്മവും തെറ്റിപ്പോവില്ല. ആദ്യമായിട്ട് ഹജ്ജിന് പോകുന്ന ആളുകളോടാണ് എനിക്ക് കാര്യമായി പറയുന്നത്, ഒരു കർമ്മവും തെറ്റിപ്പോവില്ല ഹജ്ജിന്റെ.
ഒരു പ്രാർത്ഥനയും വളരെ ആധികാരികമാണ്. ഇപ്പൊ ഷാഫി സായദിയാണ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുപോലെ പണ്ഡിതന്മാരൊക്കെ ഉണ്ടാവും. ഒരു പ്രാർത്ഥനയും ഹജ്ജിൻ്റെതായി കാണാപ്പാടം പഠിക്കണ്ട. നിസ്കാരം സഹിയാണെങ്കിൽ കുറേ ദുആ ഇതൊക്കെ പഠിക്കണം. പക്ഷെ ഹജ്ജിന് അങ്ങനെ ഒരു പ്രാർത്ഥനയും കാണാപ്പാടം പഠിക്കണ്ട. പ്രാർത്ഥനകളുണ്ട്, ഹദീസിൽ വന്ന വചനങ്ങളുണ്ട്, അത് വേണമെങ്കിൽ പഠിക്കാം. ഹജ്ജിന്റെ സ്വീകാര്യതയുമായി അതിന് യാതൊരു ബന്ധവും ഇല്ല. മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന പഠിക്കാതെ ഒരാൾ മസ്ജിദുൽ ഹറാമിലേക്ക് കയറി, അതുകൊണ്ട് അയാളുടെ ഹജ്ജ് ഗലത്തായി പോല, സഹീഹാകാതിരിക്കില്ല. ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഹജ്ജിലുണ്ട് എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞെങ്കിൽ അത് ആധികാരികമായിട്ടുള്ളത് റുക്നുൽ യമാനിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള ഒരു പ്രാർത്ഥനയാണ്. അതറിയാത്ത ഒരാൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പും പറയും. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. അത്രേ ഉള്ളൂ. ഒരു കാര്യം എനിക്കിത് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പോകണല്ലോ, നിങ്ങൾ വിടൂലല്ലോ. ഒരു കാര്യം ആധികാരികമായിട്ട് കാണാപ്പാടം പഠിക്കണ്ട. ഒരു കർമ്മവും തെറ്റിപ്പോലും. നമ്മൾ സ്വയം തെറ്റിക്കാൻ തീരുമാനിച്ച തെറ്റും. മതാഫ് തവാഫ് തെറ്റൂല, സഅയ് തെറ്റൂല, അറഫാത്തിന് നിൽക്കല് തെറ്റൂല, മുസ്ദലിഫ തെറ്റൂല. ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ദുൽഹജ്ജ് 8 കൂടിയിട്ടാണ്. ഏതാണ്ട് 12-13 കൂടിയിട്ട് അത് പൂർത്തി 5 ദിവസം. ഈ ഒരു കർമ്മത്തിലും എവിടെയും തെറ്റാനൊന്നുമില്ല, കാണാപ്പാടം പഠിക്കാനൊന്നുമില്ല. കുറച്ച് നടക്കണം, ഓടണം, കിടക്കണം, ഇരിക്കണം, നിൽക്കണം. ഇതാണ് ഹജ്ജ്. നമ്മൾ യാത്രകളും നടത്താറില്ലേ? പല യാത്രകളും നടത്താറുണ്ട്. ആ യാത്രകളിൽ നിന്ന് ഹജ്ജ് പ്രത്യേകത എന്താണ്? ഇത് നിങ്ങൾ ആലോചിക്കണം. നടത്തിയവരാണ് നമ്മൾ. ജോലി ആവശ്യാർത്ഥം, കുടുംബത്തോടൊപ്പം ടൂർ പാക്കേജുകള്, ഉല്ലാസയാത്രകള്, പഠനയാത്രകള്, ഫാമിലിയുമായി ബന്ധപ്പെട്ട യാത്ര, അങ്ങനെ അനേകം യാത്രകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ വിദേശത്തേക്കൊക്കെ തന്നെ ധാരാളം ആളുകൾ പോകാറുണ്ട്. പക്ഷെ എല്ലാം വ്യത്യസ്തപ്പെടുത്തുന്ന ഈ യാത്രയുടെ പ്രത്യേകത എന്താണ്? എല്ലാവരും അതിഥികളും ആതിഥേയരും ഉണ്ടാകും. നമ്മളെ കോഴിക്കോടുള്ള നമ്മുടെ ഒരു ബന്ധു കല്യാണത്തിന് വേണ്ടി വിളിക്കുകയാണ്. വന്നിട്ട് തന്നെ വിളിക്കുകയാണ്. കാരണം നമ്മൾ പോകണമെന്ന് നിർബന്ധമാണ് അവർക്ക്. അപ്പൊ അവര് നമ്മളെ വിളിച്ചു. അവർ നമ്മുടെ ആതിഥേയരാണ്, നമ്മൾ അതിഥികളാണ്. അവർ സ്വീകരണം ഉണ്ടാകും. അവിടെ എത്തിച്ചേരുമ്പോൾ വിരുന്നുണ്ടാകും. ഇതിലാണ് വിളിച്ചത്. നമുക്ക് പണം ഉള്ളതുകൊണ്ടാണോ നമ്മൾ ഹജ്ജിന് പോയത്? ഹജ്ജിന് പോകാൻ തയ്യാറാകുന്നത്? ഒരിക്കലുമല്ല. പണമുള്ള എത്രയോ പേർ ഹജ്ജ് ചെയ്തിട്ടില്ല. കൊണ്ടാണോ ഹജ്ജ് ചെയ്തത്? ഇല്ല, കൊതിച്ചതുകൊണ്ടല്ല. എത്രയോ ആയിരങ്ങൾ, കോടികൾ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള പൂതിയുമായി കാബയൊന്ന് കാണണമെന്ന നമ്മുടെ ഒരു ഹജ്ജ് യാത്രയിൽ നിറയെ ചെറുപ്പക്കാരായിരുന്നു. 50 പേര്. എല്ലാം 40 വയസ്സിന് താഴെയുള്ളവര്, 25 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവര്. അതിലെ വളരെ പ്രായമായ ഒരാള് മസ്ജിദുൽ ഹറാമിന്റെ പടികൾ ഇങ്ങനെ കയറി ഹറമിന്റെ അതിർത്തിയിലേക്ക് വരികയാണ്. അയാൾക്ക് നടക്കാനൊന്നും പറ്റുന്ന ഒരു പാകിസ്ഥാനിയാണ്. പ്രായമായി അങ്ങനെ ഒടിഞ്ഞുപോയ ഒരു മനുഷ്യൻ, കണ്ണൊന്നും കാണുന്നില്ല അയാൾക്ക്. അയാൾ നമ്മളെ കൂടെയുള്ള ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ ഒന്ന് കാബയുടെ അരികിൽ ഒന്ന് കൊണ്ടുപോയി നിർത്തോ. അപ്പൊ നമ്മുടെ കൂടെയുള്ള സേവകനായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഇയാളുടെ കൈപിടിച്ചു. ഒരു HR മാനേജർ കൂടിയാണ് അദ്ദേഹം. കൈപിടിച്ച് നടക്കുമ്പോഴൊക്കെ ഈ മനുഷ്യൻ ചോദിക്കാൻ, എത്തിയോ മോനെ, കാബ എത്തിയോ മോനെ.
ഇല്ല ഇല്ല, ആവാനുണ്ടത്ര. കാബയുടെ അരികിലേക്ക് അയാളോട് പറഞ്ഞു, കാബ എത്തി. ചെറിയ കുഞ്ഞു കണ്ണുകൾ, ജീവിതാനുഭവങ്ങൾ കൊണ്ട് ചുരുങ്ങിപ്പോയ കുഞ്ഞു കണ്ണുകൾ, ഒരു കീറൽ മാത്രം. നിറയെ നിറയെ കടലോളം കണ്ണുനീര് നിറച്ച് അയാള്, എത്ര കാലമായി ഇതിന് ഞാൻ കാത്തിരിക്കുന്നു. എത്ര പേരുണ്ട് അങ്ങനെ കാത്തിരുന്ന് മരിച്ചുപോയവർ. ആദാമിന്റെ അബു അല്ലേ, ആദാമിന്റെ മകൻ അബു കുറെ പൂതി വെച്ചിട്ട് പൈസ കൂട്ടി കൂട്ടി വെച്ച്, എന്നിട്ട് അവസാനം പൈസ എത്തുന്നില്ല. അപ്പോഴാണ് വീട്ടിന്റെ മരം മുറിച്ചത്. നല്ല പ്ലാവ് മുറിച്ചിട്ട് അതിന്റെ പൈസ കൊടുത്തു. പക്ഷെ മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന് കാതലില്ല എന്ന് മനസ്സിലാവുന്നത്. കാതലില്ലാത്ത മരത്തിന് അത്രയും പൈസ വാങ്ങാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അജ്ജനി നടക്കൂല, അത് സ്വപ്നാണ്. അങ്ങനെ ഈ കാശ് തിരിച്ചുകൊണ്ട് കൊടുക്കുന്നൊരു സമയമുണ്ടല്ലോ. അന്ന് അയാൾ പറയുന്നുണ്ട്, ചില മക്കളും ഇങ്ങനെയാണ്, വളർന്ന് വലുതായാലാ മനസ്സിലാവും ഉള്ളിൽ കാതലില്ല. അയാൾ പറയുന്നുണ്ട്. അജ്ജ് കിനാവ് കണ്ടിട്ടുള്ള, ഞാൻ വിചാരിച്ച് മൊയ്തി കുഞ്ഞിക്ക് പാടുക അജ്ജിന്റെ രാവിൽ കാബം ഞാൻ കിനാവ് കണ്ടു എന്നുള്ള പാട്ടായിരിക്കും എന്നാണ്. പാടിയത് വേറെ ആയിപ്പോയി അല്ലേ. ഹജ്ജിനെ കിനാവ് കാണുന്ന പാട്ടുകളില്ലേ, ഹജ്ജിനെ കിനാവ് കാണുന്ന, കാബയെ കിനാവ് കാണുന്ന പാട്ടുകൾ. അപ്പൊ നമ്മള് കിനാവ് കണ്ടതുകൊണ്ട് എത്തണമെന്നില്ല. അള്ളാഹു ക്ഷണിക്കുകയാണ് സത്യത്തിൽ. ഇത് ഒരു ഹാജി ആദ്യം മനസ്സിലാക്കുന്ന ഒരു ഹാജ. എന്നെ അവിടെ ഉണ്ട് ഒരു കണക്ഷൻ രൂപപ്പെടൽ അള്ളാഹുമായിട്ട്. അത് നിങ്ങൾക്ക് ഇതുവരെ ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അവിടെയാണ് ഹുബ്ബും ശുക്റും സബറും ഒക്കെ രൂപപ്പെട്ടു വരാൻ തുടങ്ങുക. പിന്നെ നമ്മൾ വേറെ മനുഷ്യന്മാരോ അജ്ജീത് വരോന്നും വേണ്ട, അതിന് മുമ്പ് നമ്മൾ വേറെ മനുഷ്യന്മാരായിട്ട് മാറും. എവിടെയില്ലാത്ത ക്ഷമ അല്ലെ. ഉപ്പ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചപ്പോ പഴയ ഉപ്പയല്ല എന്നാണ്. ഉമ്മ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചോടുകൂടി പഴയ ഉമ്മയല്ല എന്നാണ്. എവിടുന്ന് വരുന്നതാ? അള്ള എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കോടാനകോടി മനുഷ്യരില്ലെന്ന്. ഇവിടെ ഹജ്ജിന് പോകുന്നവർ ഒരു 10-55 പേരുണ്ടാകും. ഈ അല്ലെങ്കിൽ ഒരുങ്ങുന്ന ഇത്രയും ആളുകളെ. അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ വ്യക്തിപരമായി തന്നെ എന്നെ അള്ളാഹു പരിഗണിച്ചിരിക്കുകയാണ്. എന്നെ അള്ളാഹു പരിഗണിച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ അള്ളാഹ്ക്ക് ആരെയൊക്കെ പരിഗണിക്കാം. ഇതൊന്നാമതായി നമ്മുടെ മനസ്സിലേക്ക് വരണം. ഒരു ഹാജ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ഒരു സമയത്ത് ആദ്യമായി പറയുന്ന വാക്കെന്താണ്, കേൾക്കുന്ന വാക്കെന്താണ്? വളരെ വികാര നിർഭരമായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ ഹജ്ജിന്റെ യാത്രയിൽ നമുക്കൊരിക്കലും കണ്ണുനീര് പിടിച്ചു നിർത്താൻ പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ടാവും. അതിൽ ഒരു സന്ദർഭമാണ് ദുൽഹജ്ജ് 8-ന് നമ്മുടെ താമസ സ്ഥലത്ത്, തമത്വ പ്രകാരമൊക്കെ ഹജ്ജ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ മക്കയിലെ താമസ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇഹ്റാം ചെയ്ത് പുറപ്പെടുമ്പോ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്. അതെന്താണ്? അത് നമുക്കറിയാം, ലബ്ബൈക് ലബ്ബൈക്. ലബ്ബൈക് ശരീക ലക്. ലക്ഷക്കണക്കിന് അള്ളാഹുവിന്റെ അടിമകൾ 4 വർഷങ്ങൾക്ക് മുമ്പ് അത് പറയുമ്പോ നമ്മളെ കണ്ണറിയാണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ കൂടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊലിക്കുന്നുണ്ടാവും. ഈമാന്റെ തരിമ്പുള്ളവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ തുടികൊട്ടുന്നുണ്ടാകും. 16 ലക്ഷക്കണക്കിന് നാവുകളിലൂടെ, കാതുകളിലൂടെ അതിങ്ങനെ നമ്മൾ കേൾക്കുകയും പറയുകയും ചെയ്യും. നമ്മൾ ഉറങ്ങുമ്പോ പറഞ്ഞു
ചൊല്ലി ചൊല്ലി നമ്മൾ ഉറങ്ങുമ്പോ നമ്മുടെ ഹൃദയം അത് ഏറ്റു ചൊല്ലും. നമ്മൾ ഉണരുമ്പോ വീണ്ടും അത് കേട്ട് ചൊല്ലിപ്പോകും. പറയുമ്പോ അതിന് 2 മറുപടിയാണ് ഉണ്ടാവുക. ശ്രദ്ധിക്കണം. ഇപ്പോ വേറെ കർമ്മങ്ങളെ കുറിച്ചോ തവാഫിന് എന്താകും, ഹജ്ജിന് പോയി ആരോടെങ്കിലും ചോദിക്കുക എന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അവരെ അനുഭവത്തിനേ അവര് പറയും. ചില ആൾ പറയും അറഫിൽ ശ്രദ്ധിക്കണേ, ചില ആൾ പറയും മത്താഫിൽ ശ്രദ്ധിക്കണേ, ചില ആൾ പറയും സൈയിൽ ശ്രദ്ധിക്കണേ, ചില ആൾ പറയും ജംറാത്തിൽ ശ്രദ്ധിക്കണേ. വേറെ ചില ജംറാത്തിനൊരു പ്രശ്നമില്ല, അപ്പൊ അവർക്ക് ജംറാത്തിനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. ചില പേർ സൈയാ പഠിച്ച വലിയ അടങ്ങാറാ, വേറെ ചില സൈയിൽ എന്തിപ്പോ പ്രശ്നമോ. ായിരിക്കും ഓരോരുത്തർക്കും ഓരോ പിടുത്തായിരിക്കും. അതൊന്നല്ല ബേജാറാവേണ്ടത്. ഹാജി ഹാജ ബേജാറാവേണ്ടത് ഞാൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുമ്പോ 2 മറുപടിയാ അള്ളാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുക. ഒന്നെന്താ, ലബ്ബൈക് വസഅദൈക്, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, നീ വിജയിയായിരിക്കും. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ മറുപടിയോ നിന്റെ ഹജ്ജ് സ്വീകാര്യമല്ല, നീ എൻ്റെ അടുത്തേക്ക് വരികയും വേണ്ട, അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. ഇങ്ങോട്ട് വരണ്ട. വന്നിട്ടുണ്ടാ? ഉണ്ട്. എയർ ഇന്ത്യയിൽ വലിയ പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഇടപാടെല്ലാം തീർത്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹ് പറയാണ് വേണ്ട. എന്ത് വെറുതെ പറയണോ? അല്ല, സാദുക ഹറാം, നിന്റെ ഒരുക്കം ശരിയല്ല, നീ ശരിക്കും ഒരുങ്ങിയിട്ടില്ല. എന്താണ് ശരിക്കും ഒരുക്കം? ഇപ്പൊ ഞാൻ ഹജ്ജിന് പോകുന്ന സമയത്ത്, അത് വ്യക്തിപരമായ കാര്യം പറയുന്നതല്ലേ, എനിക്കൊരാളായിട്ട് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. എന്നെ പറ്റിച്ചുകൊണ്ടാണ്. സാധാരണ മനുഷ്യന്മാരോട് ദേഷ്യം വെച്ചിരിക്കില്ല നമ്മൾ. പക്ഷെ ഈ ചങ്ങായിനെ എങ്ങനെ എത്ര അവനോട് മിണ്ടാൻ നോക്കുമ്പോ എന്റെ ബന്ധു കൂടിയാണ് അവനോട് മിണ്ടാൻ പറ്റുന്നത്. അവൻ ചെയ്തതിലും ഓർമ്മ വരുന്നത്. മനുഷ്യനിൽ എന്ത് ചെയ്യാനാ? കൊണ്ട് തന്നെ എങ്ങനെ ഓരോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പൊ അഹിന്റെ അടുത്ത് പോകണ്ടേ? പോയിട്ടില്ലെങ്കിലോ ഈ ജാതി മറുപടി എന്നെ കിട്ടിയ എന്ത് ലാ ലബ്ബൈക് വലാ സഅദൈക്, കയറിന് കെട്ടിക്കൊണ്ടുവന്നവര് പോയി. വേറെന്താ ചെയ്യ? അല്ലെങ്കിൽ ഹജ്ജിന് പോകാണ്ടിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ ഹജ്ജിന് പോകാണ്ടിരിക്കണം, അല്ലെങ്കിൽ അവനോട് പോയിട്ട് സംസാരിക്കണം. അയാൾ പൊരുത്തപ്പെട്ടിരുന്നില്ലെങ്കിലോ പ്രശ്നമില്ല. ഇനി അയാളെ പറ്റി പണ്ടെന്തോ പറഞ്ഞു വേണ്ടത് അയാളും അറിയില്ല, ആരും അറിയില്ല, അതെല്ലാം പോയിട്ട് കുഴപ്പമുണ്ടാക്കണോ? വേണ്ട. ഹജ്ജിന് എന്തെല്ലാം കേസുകളുണ്ടെന്ന് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പണ്ടപ്പോ എന്തോ പറഞ്ഞത് ഈ ചങ്ങായി ഹജ്ജിന് പോകാൻ പറഞ്ഞു, നിന്നെ പിന്നെ ഇങ്ങനെ നീ അങ്ങനെല്ലാം പറഞ്ഞില്ലല്ലേ, പിന്നെ ആകെ കൂടി ഇടങ്ങേറിനാവിലും കഞ്ഞിയായി. ഈ ജാതി പണിയൊന്നും എടുക്കരുത്. അയാളോട് പറയാം വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. സാധാരണ ഇപ്പൊ ആളുകൾ എങ്ങനെ പറയുന്നത്, ഷാഫി സാഹിബ് പറയാം എങ്ങനെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുവരെ പറഞ്ഞു വരി പറയാൻ പോകുന്നതെല്ലാം പൊരുത്താക്കി തന്നേന്നാണ്. എന്നെ ഷഫീക്ക, കാരണം ഇത് ആള് പറഞ്ഞത് നിർത്തൂലേ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തീർത്താല് അത് തീരൂല, പിന്നെയും പറയാം. അപ്പൊ ആളുകൾ ഇപ്പൊ എന്താ പറയല്, ഇതുവരെ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതെല്ലാം പൊരുത്താക്കി തന്നേന്ന്. എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സമീപിക്കുക. ഇനി അവർ മരിച്ചുപോയവരാണെങ്കിലോ ഇമാം ഖസാലിയെ പോലുള്ള ആളുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെന്തോ ഏടാകൂടെ ഉണ്ടാക്കിയ ഒരു ചങ്ങായി മരിച്ചുപോയി, പടച്ചോനെ അയാൾക്ക് നീ പുറത്തു കൊടുത്തേക്ക്, ഞാൻ കാരണമാണ് എന്ന് പ്രാർത്ഥിക്കുക. പൊരുത്തപ്പെടുവിപ്പിക്കാൻ വേണ്ടി പോയിട്ട് കൂടുതൽ പ്രശ്നമാക്കിയിട്ട് മാറരുത്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ നമ്മളെ മനസ്സാക്ഷിക്ക് ഇതിലെ ഒറ്റൊരു കാര്യമേ ഉള്ളൂ. അത് നമുക്ക് കാണാം. ചെന്ന് അള്ളാന്റെ തിരുമുറ്റത്ത് ചെന്ന് ഒരു കുഞ്ഞു പറയാൻ കഴിയണോ അള്ളാഹ് വന്നിരിക്കുന്നത് ഇത് നീ ഇന്ന് ജനിച്ച കുഞ്ഞായി, ഇത് പറയാൻ പറ്റുമോ? നീ ഹാജിയായി, നീ ഹാജയായി, നീ ഹജ്ജ് ചെയ്യണ്ട, നീ ഇങ്ങനെ. 2 കച്ചവടക്കാരുണ്ടായിരുന്നു, ഭയങ്കര സുഹൃത്തുക്കളാണ്. തെറ്റിയത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്
എന്തോ തട്ടിപ്പ് തരികടെ കാണിച്ചു. പക്ഷെ ഇതെങ്ങനെയും ആദ്യത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കാര്യങ്ങൾ. ഹജ്ജ് തീരുമാനിച്ചപ്പോഴാണ് മനസ്സിലായെന്ന് പറഞ്ഞാല് പാർട്ട്ണർ പോയിട്ട് പറഞ്ഞാൽ ഹജ്ജിന് പോകുന്നുണ്ട്, 5 ലക്ഷത്തിന്റെ ചെക്ക് നിന്റെ പേരിൽ വന്നത് എനിക്ക് 3 ഞാൻ ഇട്ടിട്ടുള്ളൂ, 5 എൻ്റെ അടുത്ത്, 2 എൻ്റെ അടുത്തായി പോയിന്, അത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട്. മറ്റേ ചെങ്ങ നീ എന്നെ പറ്റിച്ച, ഞാൻ പുറത്തു തരില്ല. മറ്റേ ആള് കുടുങ്ങിയ ഞാൻ 2 തരാൻ തന്നെ വന്നില്ല, പക്ഷെ എന്നെ നീ പറ്റിച്ചു കളഞ്ഞില്ലേ, ഞാനിനി പൊറുക്കൂല. സുഹൃത്തെ, എനിക്ക് ഹജ്ജിന് ഇത് നടന്ന സംഭവമാണ്, എനിക്ക് ഹജ്ജിന് പോകണം, നീ ഹജ്ജിന് പോകണം, ഞാൻ പുറത്തു തരില്ല. മുഴുവൻ നീ എടുത്തോ, കാരണം എനിക്ക് ഹജ്ജിന് പോകണം. നിനക്ക് ഈ 2 പ്ലാൻ ചെക്ക് ചെയ്ത് നീ എത്ര വേണ്ട എഴുതിയെടുത്തോ. ഇയാൾ പറഞ്ഞു പറ്റൂല, നീ എന്നെ പറ്റിച്ചു, എനിക്ക് സഹിക്കുന്നില്ല. മനുഷ്യനുണ്ടല്ലോ, ഇയാളെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാൻ സ്റ്റെപ്പ് ഇറങ്ങുമ്പം തന്നെ മറ്റേയാളങ്ങ് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞടാ, ഞാൻ നിനക്ക് പുറത്തു തന്നിന്, നിനക്ക് എത്രത്തോളം ഈമാനുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ചെയ്തത്, നീ പറഞ്ഞപ്പോഴേ ഞാൻ പുറത്തു. പക്ഷെ നിന്റെ പോക്ക് ശരിയായ പോക്ക് തന്നെയാണോ എന്നറിയണം. അതുകൊണ്ട് ഒന്നെല്ലാം ക്രമീകരിക്കുക. ഈ ചെറിയ മെയ് മാസം മുതലാണെന്ന് തോന്നുന്നു പോകുന്നല്ലേ, ഏപ്രിൽ മാസം മുതലൊക്കെ പോകും ആളുകൾ. എല്ലാം ഒന്ന് ശരിയാക്കുക പരമാവധി, മസ്തതഅതു, സാധ്യമാകുന്നത്ര. ഇതെന്ത് സംഭവം എന്നറിയാം, ഹജ്ജ് യാത്ര ഒരുപാട് നടത്തിയ ആളുകൾ അവരോടൊക്കെ ചോദിച്ചോ, എന്തെങ്കിലും കരടുണ്ടെങ്കിലും ഉണ്ടല്ല ഒന്നും ശരിയാവില്ല. ചിലവരത് ശരിയാവും, ചിലവരത് ശരിയാവില്ല എന്ന് മറ്റേ മലപ്പുറത്തെ ചെക്കൻ പറഞ്ഞിരുന്നു. അങ്ങനെ ശരിയാവുകയില്ല, എടങ്ങേറാവും, നമ്മൾ എടങ്ങേറാവും. അതുകൊണ്ട് ലബ്ബൈക് വസഅദൈക് എന്ന് റബ്ബേ നീ പറയണം എന്റെ ഹജ്ജുണ്ട്. നിങ്ങൾ ഉറപ്പിച്ചോളൂ, അള്ളാന്റെ കാവൽ അവൻ ഇങ്ങനെ, അവന്റെ സ്നേഹത്തിന്റെ, കരുതലിന്റെ, അവന്റെ ഔദാര്യത്തിന്റെ തണലിങ്ങനെ അവൻ വിരിച്ചു തരും നമുക്ക്. അവന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണിത്. അതുകൊണ്ടാണ് ഇവിടെ ഓതിയില്ലേ, ഇബ്രാഹിം യാത്ര ചെയ്ത ഭൂപ്രദേശം നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. വേറൊന്നും വേണ്ട, കാബയിൽ നിങ്ങളിങ്ങനെ മതാഫ് ഇങ്ങനെ ചുറ്റുമ്പോ കാബക്ക് ഓരോ മൂലയുണ്ട്. ഹജറുൽ അസ്വദ് ഒരു മൂലയാണ് കാബയുടെ. റുക്കുനുൽ യമാൻ, യമനിന് നേരെ തിരിഞ്ഞേക്കുന്ന ഒരു മൂല. റുക്കുനുശ്ശാം, സിറിയക്ക് നേരെ തിരിഞ്ഞേക്കുന്ന ഒരു മൂല. റുക്കുന് ഇറാഖ്, ഇറാഖിന് നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു മൂല. കാബക്ക് കുറെ മൂലകളില്ലേ, ആ മൂലകളൊക്കെ ഓരോ രാജ്യത്തേക്കാണ്. ആ രാജ്യത്തിന്റെ ഭൂപ്രദേശങ്ങളിലൂടെ ഇബ്രാഹിമിന്റെ സഞ്ചാര പഥങ്ങൾ, ജസീറത്തുൽ അറബിന്റെ, നമ്മൾ ചിലപ്പോ ഈ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ സഞ്ചാര പഥങ്ങളിലൂടെ ഇങ്ങനെ നടക്കുമ്പോ മണൽത്തരികൾ, തിരമാലകൾ, അതുപോലെ വലിയ വലിയ പർവ്വത ശിഖരങ്ങൾ, അതിന്റെ ഇടയിലൂടെ നടന്നുപോയ ആ ഒരു മഹാമനുഷ്യനെ നമ്മളിങ്ങനെ കാണും കേട്ടോ. നമ്മൾക്ക് എവിടെയെങ്കിലും സുജൂദ് ചെയ്യുമ്പോൾ, എടുത്തു ഒമാനിന്റെ ഒരു തീരപ്രദേശത്തൂടി പോകുമ്പോ അവിടുന്ന് ഒരു സുഹൃത്ത് പറഞ്ഞു, സഹോദര, ഇവിടെ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ഒരുപക്ഷേ അള്ളാന്റെ ഖലീലായ ഇബ്രാഹിം പ്രവാചകൻ നെറ്റിവെച്ചെടുത്തായിരിക്കും നമ്മൾ നെറ്റിവെക്കുന്നത്. എത്ര ഭൂപ്രദേശങ്ങളിലൂടെ. ഖാല ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, അല്ലാഹുവിലേക്കുള്ള യാത്രക്കാരാണ് നിങ്ങൾ. ഇത് നല്ല ബോധ്യം ഉണ്ടാവണം. അല്ലാഹുവാണ് നമ്മളെ ക്ഷണിച്ചത്. ഇനി മൂന്നാമത്തൊരു കാര്യം, എല്ലാ കർമ്മങ്ങൾക്കും ഒരു രൂപം ഉണ്ടാകും, ഒരു ആന്തരികമായ ചൈതന്യം ഉണ്ടാകും. ബാഹ്യരൂപത്തിന് പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഒരാളെ നിസ്കരിക്കുമെങ്കിൽ ഇങ്ങനെ താടി ചോർന്നുകൊണ്ടിരിക്കാൻ, അപ്പൊ നബിതങ്ങൾ പറഞ്ഞ് ഓന്റെ ഉള്ളിൽ തക്കവുണ്ടെങ്കിൽ പുറത്തും കാണുമായിരുന്നു. ശരീരത്തിൽ ഉണ്ടാകും, പക്ഷെ ബാഹ്യരൂപമല്ല പ്രധാനപ്പെട്ടത്, അതിന്റെ അകമാണ്. അതാണ് ഇസ്ലാമിലെ കൈഫിയത്തും അസ്റാറുകളും, അതിന്റെ ഒരു റൂഹ്. നമസ്കാരത്തിന്റെ കൈഫിയത്ത് എന്താണ്? കൈയ്യട്ട, റുക്കൂ, സുജൂദ്, ഇതൊക്കെ കൈഫിയത്താണല്ലോ, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നുള്ളത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക.
സാധാരണഗതിയിൽ 2500 രൂപ, 2.5% ഞാൻ കൊടുക്കുക. തെറ്റിപ്പോയാ? ഇല്ലല്ല, 2500 രൂപ എന്ത് ചെയ്യാ നമ്മൾ കൊടുക്കുക. ഇതൊക്കെ അതിന്റെ കൈഫിയത്താണ്. ഹജ്ജിനും കൈഫിയത്തുണ്ട്. അതാണ് പറഞ്ഞ ഏതാണ്ട് ഒരു 5 ദിവസം അല്ലെങ്കിൽ 6-7 ദിവസം നിൽക്കുന്ന ഒരു കർമ്മം. യൗമു തർവിയ മുതൽ, യൗമു തർവിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒട്ടകത്തിനും കുതിരക്കൊക്കെ വെള്ളം കൊടുക്കുന്ന ദിവസം, യാത്രക്ക് വേണ്ടി ഒരുക്കുന്ന ദിവസം. അന്നു മുതല് അവിടെ അങ്ങോട്ട് ഇനി സമയമുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തെ കുറിച്ചും പറയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം, അതിന്റെ ദിവസവും പറയാം. അത്രമാത്രം മനസ്സിൽ വെച്ചിട്ട് പോയാൽ മതി. പിന്നെ എന്താന്ന് പറഞ്ഞാൽ അവിടെ എത്തുമ്പോ ഓരോ മുമ്പ് ആ സ്ഥലം ഏതാണെന്ന് പഠിച്ചു വെക്കുക. യാത്രയിലെ കൂടെയുള്ള ആളുകളോട് ചോദിക്കുക, അറിവുള്ള ആളുകളോട്, നമ്മൾ ഇനി പോകാൻ പോകുന്ന മിനയുടെ പ്രത്യേകത എന്താ? അറഫാത്തിലേക്ക് പോകും, അറഫയുടെ പ്രത്യേകത എന്താ? മുസ്ദലിഫയിലേക്ക് പോകും, മുസ്ദലിഫയുടെ പ്രത്യേകത എന്താ? ജംറാത്തിലേക്ക് പോകും, ജംറാത്തിന്റെ പ്രത്യേകത എന്താണ്? മത്താഫിലേക്ക് വരും, മത്താഫിന്റെ പ്രത്യേകത എന്താണ്? സഈയിലേക്ക് വരും, എന്താണ് സഈന്റെ പ്രത്യേകത? ഇതൊന്നും ഒന്ന് പഠിച്ചാൽ ഹജ്ജ് പൂർത്തിയായി. അപ്പൊ നമുക്ക് ആ സ്ഥലത്തെ കുറിച്ച്, അതിന്റെ ചൈതന്യത്തെ കുറിച്ച് അറിയും. പരിശുദ്ധ ഖുർആനില് നിസ്കാരം എന്തിനാന്നുള്ള ചോദ്യമുണ്ട്. അഖിമിസ് സ്വലാത്ത ലിദിക്രി. എന്റെ ക്ലാസ്സിൽ വർത്താനം പറഞ്ഞോ, ട്രെയിനറുടെ ക്ലാസ്സിൽ വർത്താനം പറഞ്ഞാൽ പലതും കിട്ടാണ്ടാവേ. നിങ്ങൾ ആ ഹജ്ജിന് പോകുന്ന കുടുങ്ങിപ്പോകും. എന്റെ ക്ലാസ്സിൽ വർത്താനം പറഞ്ഞോ പ്രശ്നമില്ല, പക്ഷെ ട്രെയിനർ ക്ലാസ് എടുക്കുമ്പോൾ വർത്താനം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് ഇഞ്ചക്ഷൻ വെക്കേണ്ട സ്ഥലം ചിലപ്പോൾ പറയാലും മിസ്സായി പോയി അടങ്ങാറാണ്. ശരി. അപ്പോ പിന്നെ നിസ്കാരം അള്ളാനെ ഓർമ്മിക്കാൻ നിസ്കാരം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തിന്മകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും രക്ഷപ്പെടാൻ, ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുണ്ടാകാൻ, തുതഹിറുഹും വതുസക്കീഹിം, സംസ്കരിക്കപ്പെടാൻ, മനാഫിഅ ലഹും, അതാണ് ഹജ്ജ്. വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഓരോ വ്യത്യസ്തങ്ങളാണ് ഉണ്ടാകുക. നിങ്ങൾ നോക്കൂ, ഹജ്ജുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ച് ശആഇർ എന്നാണ് പറയുന്നത്. ശആഇർ എന്താണ്? ശആഇർ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ചിഹ്നങ്ങൾ, അടയാളം. ഇപ്പൊ ഇലക്ഷൻ കാലത്ത് ഒരാള് അതിന് വേറെ അർത്ഥമില്ലേ? ഒരാൾ ഗ്യാസ് കുറ്റി എടുത്ത് കാണിച്ചാൽ അതിന് വേറെ അർത്ഥമില്ലേ? ഒരാള് അരിവാൾ ചുറ്റി എടുത്ത് കാണിച്ചാൽ അതിന് പറയാണ്ടായിപ്പോ ഒരു കുഴപ്പമുണ്ട, അതിന് ഒരർത്ഥമില്ലേ? ഒരാൾ ഇങ്ങനെ കൈപ്പത്തി ഇങ്ങനെ കാണിച്ചു ഇലക്ഷൻ കാലത്ത്. സാധാരണ കൈപ്പത്തി കാണിക്കുന്ന കാര്യമാണോ? അല്ല. ബൂത്തിലേക്ക് കയറുമ്പോ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥമില്ലേ? ഇല്ലേ? ഉണ്ട്. ബൂത്തിന്റെ അടുത്തോട് കുറെ ആളുകൾ ഏണിയെടുത്ത് അങ്ങോട്ട് കൂടെ നടക്കുന്നു, അർത്ഥം ഉണ്ടാവില്ലേ? എന്താ? അത് ചിഹ്നമാണ്, ചിഹ്നമാണ്. ചിഹ്നം ഉണ്ടാകും. അതാണ് ചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താ? അടയാളം എന്ന് പറഞ്ഞാൽ എന്താണ്? ശആഇർ എന്ന വാക്കിന്റെ അർത്ഥം ആത്മീയവും ചരിത്രപരവുമായിട്ടുള്ള ധാരാളം കാര്യങ്ങളുള്ള ഒരു മെറ്റഫർ എന്നാണ്. മെറ്റഫർ, സിംബോളിക്, പ്രതീകാത്മകമാണത്. ഹജ്ജ് ശരിക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ ആ പ്രതീകാത്മകത തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ കാര്യത്തിലും ശആഇർ, ഈ ചിഹ്നങ്ങളെ ആദരിക്കൽ തഖ്വ ആണ് അല്ലാഹു പറയുന്നത്. അതുകൊണ്ടാണ് ഇഖ്ബാല് പറഞ്ഞത്, സംസം നീ കുടിക്കുമ്പോ ഒരു ഉമ്മയുടെ കണ്ണുനീരിന്റെ ചവർപ്പ് നിന്റെ ഉള്ളിലേക്ക് വരുന്നില്ലെങ്കിൽ എന്ത് കാര്യം ഹാജ? നേരത്തെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടത്. സംസം ആ മക്കയുടെ മണലാരണ്യത്തിലെ ഇസ്മായിൽ അലൈഹിസ്സലാമയുടെ കാലുകൾക്കടിയിൽ നല്ല പൊട്ടി വന്നത് ഹാജറിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്നാണ്. ആ ഉപ്പ് നുണരാവുന്നില്ലെങ്കിൽ നീ എന്ത് ഹാജിയാണ്, നീ എന്ത് ഹാജയാണ് എന്ന് പറയുന്നുണ്ട് ഇഖ്ബാൽ. ഇഖ്ബാൽ തന്നെ മദീനയുടെ തീരത്തോടെത്തുമ്പോ കരയാൻ തുടങ്ങി. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഇഖ്ബാൽ? അതോ അല്ലാഹുവിന്റെ ഹബീബിനെ, സയ്യിദനാ വ ഖുദ്വതനാ വ ഹബീബനാ,
നമ്മുടെ പ്രിയപ്പെട്ട ഹബീബായ നബിയുടെ ശരീരത്തെ തഴുകി തലോടിപ്പോയ കാറ്റ്, മദീനയുടെ കാറ്റ് പാപിയായ ഇക്ബാലിന്റെ ശരീരത്തെ തഴുകി പോവുകയാണ്. എങ്ങനെ കരയാതിരിക്കുന്ന? നീ കാല് വെക്കുമ്പോ അറിയണം ശീതീകരിച്ച ഉണ്ടാവുക, പോകണം. അവിടെ സുമയ്യയുടെ കണ്ണുനീരുണ്ടാകണം. ബിലാദിപ്പെട്ട അനുഭവിക്കണം. നിന്റെ കാലിനടിയിലേക്ക് ചരൽക്കല്ലുകൾ വരണം. നിന്റെ കാലിനടിയിലേക്ക് പൊള്ളുന്ന മണൽത്തരികൾ വരണം. ശീതീകരിച്ച മാർബിളിനടിയിൽ ഹബീബായ നബിതങ്ങൾ അവിടെ പോയി കിടന്ന് മാലകൾ വന്ന് വീണ് പ്രയാസപ്പെട്ട് എഴുന്നേൽക്കുന്ന ഹബീബിന് ഓർമ്മ വരണം. ചാരങ്ങളിൽ വന്നിരിക്കുമ്പോ വന്ന് വേവലാതെ പറയുന്ന സ്വഹാബിമാരുടെ കണ്ണുനീരിന്റെ നനവ്, വിയർപ്പുതുള്ളിയുടെ നനവ്, രക്തത്തുള്ളിയുടെ നനവ് നിന്റെ കാലിനടിയിൽ അനുഭവപ്പെടണം. നോക്കുമ്പോ ആ കറുത്ത കണ്ണുകൾ മാത്രമല്ല, അതങ്ങ് മാഞ്ഞുപോയി നിന്റെ കണ്ണിലേക്ക് പ്രത്യക്ഷപ്പെടണം. ഇമാം അബൂ അലി തുടങ്ങിയ ആളുകൾ ഹജ്ജിന്റെ ചൈതന്യത്തെ കുറിച്ച് പറയുന്ന പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അർക്കാനെ അർബ എന്ന് പറയുന്ന അബുൽ ഹസൻ അലി നദുവിയുടെ ഒരു പുസ്തകത്തിൽ, അലിമിയാന്റെ ഒരു പുസ്തകത്തിൽ ഇതിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഷാഹു വലിയുല്ലാഹി ദഹ്ലവി ആഴത്തിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഓരോ കാര്യങ്ങളും, മത്താഫ് എന്താണ്, സഅയ് എന്താണ്, ഹാജറയുടെ വേവലാതിയും വേദനയും ആ ഓട്ടത്തിൽ നീ അനുഭവിക്കുന്നില്ല. മറിച്ച് നീ അങ്ങോട്ടും ഇങ്ങോട്ടല്ല ലൈറ്റ് നോക്കിട്ട് ഹായ് ഹായ് നടക്കുകയാണ്, ഓടാണ്. എന്ത് കാര്യം? ഒക്കെ നിങ്ങൾ കാണും. ഒരുപാട് പിരാന്തും കാണും കേട്ടോ. മഖാമു ഇബ്രാഹിമിനെ കുറിച്ച് നേരത്തെ പറഞ്ഞില്ലേ, ചെറിയൊരു വിശദീകരണം അതിനുണ്ട്. ഇബ്രാഹിം നബി കാബം ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ, ഖവായിദ് അതിന്റെ അടിത്തറ അവിടെ ഉണ്ട് എന്ന് വെക്കാം. അതിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടിപ്പടുക്കുമ്പോ ഒരു ലിഫ്റ്റ് പോലെ പ്രവർത്തിച്ച സാധനം എന്നാണ് ഈ മഖാമു ഇബ്രാഹിമിനെ കുറിച്ച് പറയുന്നത്. ശരിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കാൽപാദങ്ങൾ അവിടെ കാണാം. മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിന്റെ മഖാം തന്നെയാണെന്ന് പറയുന്ന പൊട്ടന്മാരുണ്ട്. ക്ഷമിക്കണം കേട്ടോ ഇങ്ങനെ പറയുന്ന ലാജിമാരോട്. വഴി തെറ്റിക്കുന്നവരുണ്ട്. എന്നിട്ടോ അത് തൊട്ടുകുത്തണം, എല്ലാം തൊട്ടുകുത്തണമല്ലോ. പോലീസ് നിന്നിട്ടുണ്ട്, എന്തിനാ ഇത് തൊട്ടുകുത്തുന്നതിന്? ആ കാവലെന്ന പോലീസിനെ തൊട്ടുകുത്തിയിട്ട് ഒരുത്തനോടി. എന്തിനാണ് സഫയും മറുവയും സുജൂദ് ചെയ്യാനോ റുക്കൂ ചെയ്യാനോ അല്ല, കാബ നോക്കിയിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണോ അത്? അവിടെ പോയിട്ട് അല്ലാഹു അക്ബർ. അപ്പൊ നമ്മളെ ചില ആളുകൾക്ക് അല്ലാഹു ഓറല്ലാണെന്ന് നിസ്കരിക്കും, നമ്മളെന്തോ കുറഞ്ഞു പോയോളി. ഒരുപാട് ഭ്രാന്ത് കാണും. അറിവില്ലാത്തതാണ് കുറെ ആളുകൾ വരിക. ചെയ്യുന്ന എല്ലാം ശരിയാന്ന് വിചാരിച്ചു പോണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ഇമാറത്ത് എന്താണോ അതെന്താണോ പറയുന്നത് അനുസരിച്ചോട്ടോ. ഇമാറത്തിനെ ധിക്കരിക്കാനൊന്നും പറ്റൂല. എന്താണോ അവര് പഠിപ്പിക്കുന്നത് അനുസരിച്ചോളൂ. ശരി തെറ്റുകൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ. ഏതെങ്കിലും ഒരു കക്ഷി ചെയ്യുന്ന മാത്രമാണ് ശരിയെന്ന് നമുക്ക് വാദമില്ല. പക്ഷേ അന്ധവിശ്വാസം, അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹജ്ജിന് പോകുന്നതിന് മുമ്പ് തന്നെ സകല ടൂർ നടത്തിയിട്ട് ഹജ്ജിന് പോലും ഒന്ന് തീരുമാനിച്ച് എന്ത് ചെയ്യാനായി സമുദായത്തിന്? ഇതിപ്പോ ഇതൊക്കെ പറയാനാണോ നമ്മളെ വിളിച്ചുകൂട്ടി ചോദിച്ചു? ഇതൊക്കെ പിന്നീടേ പറയണ്ട്. ഓരോ ചിഹ്നങ്ങളുടെയും അടിയിലുള്ള ആന്തരിക ചൈതന്യം എന്താണ്? മിനയിലേക്ക് എത്തുമ്പോ അവിടെ പിടക്കും മനസ്സ് എന്തൊക്കെ വരും. ഹബീബായ നബിയുണ്ടല്ലോ, നബുവത്തിന്റെ 10ാം വർഷത്തിന് ശേഷം ഒരു മനുഷ്യനിങ്ങനെ പാതിരാക്ക് ഇറങ്ങി നടക്കാൻ മിനയുടെ പർവ്വത നിരകൾ. എന്താ അർത്ഥം? അഖബ എന്നുള്ള അറബി വാക്കിന്റെ അർത്ഥം 2 പർവ്വതങ്ങളുടെ ഇടാന്നാണ് അഖബ. അനേകം പർവ്വതങ്ങൾക്കിടയിലൂടെയുള്ള വഴികൾ കാണാം. അപ്പൊ രാത്രിയൊക്കെ മിനയിൽ ഇരിക്കുമ്പോ 2-3 ദിവസത്തോടെ കിടക്കേണ്ടി വരും. ഇരിക്കുമ്പോ നമ്മളിങ്ങനെ ആലോചിക്കണം അതിന്റെ ചൈതന്യത്തെ കുറിച്ച്. എന്താണ് ഹബീബായ നബി നബുവത്തിന്റെ 10ാം വർഷമൊക്കെ അവിടെ ഇങ്ങനെ നടക്കാണ്. എന്തിനാ മനുഷ്യൻ നടക്കുന്നറിയോ? ആരെങ്കിലും ഒരാളെ കിട്ടുമോ? കാരണം മക്കക്കാർ മുഴുവൻ ബഹിഷ്കരിച്ചു. കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കും. നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണ നിരസ്ത വിശ്വാസർ അറേബ്യക്കാർ കുറുമ്പുമാറാ
കുറേശ്ശി വര്യർ കോതിക്കോട് തേൻ പല വട്ടവും ഞാൻ, നിങ്ങൾ കൂപ്പുന്ന കല്ലല്ല മരമല്ല അല്ലാഹു സർവാധിക ശക്തനേകൻ. എന്ത് ചെയ്യാൻ? കൂക്കി വിളിയും ചീത്ത വിളിയും പരിഹാസവും. വള്ളത്തോൾ ശ്രീ നാരായണ മേനോൻ റസൂലിനെ കുറിച്ച് എഴുതിയതാ പാംസു സ്നാനം, മണ്ണിന്റെ കുളി. എന്തേ? പെട്ടെന്ന് പാർശ്വങ്ങളില്ലെന്ന് മൺകോരിയിട്ടാണ് ചില മുഷ്കരന്മാർ ഗുരുവിൻ ശിരസിൽ കനകാണ്ടതാണ് ഇവർ. സ്വർണത്തിന്റെ കിരീടം വെച്ചു കൊടുക്കണമായിരുന്നു. പക്ഷെ ഈ നബി ആട്ടി ഓടിച്ചു, കല്ലെറിഞ്ഞു, പരിഹസിച്ചു. അപ്പോ നബിതങ്ങൾ ഇങ്ങനെ നടക്കാണ് ഹജ്ജ് കാലത്ത്. എന്തിനാണെന്നറിയോ? ആരെങ്കിലും ഒരാളെ കിട്ടുക. അപ്പോഴാണ് 6 പേരെ കണ്ടത് അക്കബയിൽ വെച്ച്. അവര് മദീനത്ത് നിന്ന് വന്നവരായിരുന്നു. എന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾ അടുത്ത വർഷം വരാം. യസ്രിബ് എന്നാണ് അവർ വന്നത്. യസ്രിബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന സ്ഥലം, കൊല്ലുന്ന സ്ഥലം, പ്രതികാരം ചെയ്യുന്ന സ്ഥലം. അത് പിന്നെ എന്തായി? മദീനയായി. മദീന എന്ന് പറഞ്ഞാലോ ടൗൺഷിപ്പാണ്, സാഹോദര്യമാണ്, സൗഹാർദ്ദമാണ്, അല്ലേ? പരസ്പരം തല്ലുന്ന കൊല്ലുന്ന ഒരിടത്തെ മുത്തുനബി എന്താക്കി? മനോഹരമായ ഇടമാക്കി മാറ്റി. അടുത്ത ഹജ്ജ് കാലം വരെ നബി കാത്തുനിൽക്കുകയാണ്. ആ 6 പേര് വരുമോ? വന്നു. അവർ 12 പേർ. അതാണ് ഒന്നാം അക്കബ ഉടമ്പടി. പിന്നെ വന്നു അവർ 75 പേർ. ഇതൊക്കെ എവിടെന്നാ? അക്കബ എന്ന് പറഞ്ഞ എവിടെയാ? മിനയിലാണ്. അവിടെയാണ് കല്ലെറിയാൻ പോകുന്നത്. അവിടെ മറ്റൊരു കാര്യമുണ്ട്. അതെന്താണ്? യാ ബുനയ്യ അന്നീ ഒരു ഉപ്പാക്ക് എങ്ങനെ പറയാൻ കഴിയാം? എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ വിളിച്ചിട്ട് വരുന്നില്ല, പിന്നെ അറക്കാൻ വിളിക്കാൻ. എന്താ ആർക്കാ ചോദിക്കാൻ പറ്റും? വേണമെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് പറയാം, ഉമ്മാര് മക്കളെ കൊല്ലുന്ന കാലമാണ്. ഇബ്രാഹിം നബിയെ കുറിച്ച് അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ലാത്തതുകൊണ്ടാണ്. എന്താ ഇബ്രാഹിം നബിയെ പറഞ്ഞ്? ഇന്ന ഇബ്രാഹിം അല്ല ഹലീം. ഇബ്രാഹിം ആർദ്രനായിരുന്നു എന്നാണ്. അലിവിന്റെ കേദാരമായിരുന്നു എന്നാണ്. അലിവിന്റെ കേദാരം, ആർദ്രതയുടെ കേദാരമായിരുന്നു. അപരിമേയമായ സ്നേഹത്തിന്റെ. അതുകൊണ്ടാണ് അക്രമിയായ ഉപ്പാനെ യാ അബി എന്ന് വിളിച്ചാൽ മതി. പക്ഷെ എന്താ വിളിച്ചേ? യാ അബത്തി. അബി അബത്തി എന്നുള്ള വ്യത്യാസം എന്താ? അബി എന്ന് പറഞ്ഞാൽ ഉപ്പ, ബഹുമാന ആദരവ്. അബത്തി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എന്താ ഷാഫി സാഹിബ്, അത് വിശദീകരിക്കാൻ പറ്റില്ല. കാരണം ഉണ്ടല്ലോ, അത്ര ബഹുമാനവും ആദരവും സ്നേഹവും എല്ലാം ഉള്ളതിനെ അബത്തി എന്ന് പറയുള്ളൂ. അബി എന്ന് പറഞ്ഞാൽ ഉപ്പയാണ്. യാ അബത്തി എന്ന് പറഞ്ഞാലോ അത്രമേൽ. നമ്മളിപ്പോ ഒരു നാട്ടിൽ സ്നേഹത്തിന്റെ നിറകുടം എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് പറ. അങ്ങനത്തെ കോടിയെത്തിയാൽ ഇബ്രാഹിം നബിയെ പറയുന്നത്, അന്യ അൽബഹുക ഫൻദുർ മാദാ തറ. നീ എന്ത് ചെയ്യണം? എന്നെ അറാഫിൽ മനാം, ഞാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് മോനെ. ചോദിക്കും. ഞാൻ പലപ്പോഴും എങ്ങനെ ചോദിക്കാൻ ധൈര്യം വന്ന് ഇബ്രാഹിം നബിക്ക്? എങ്ങനെയാ മോനെ? ഞാൻ എന്നെ അർത്ഥം ഇവിടെ ലബ്ബൈക്ക് എന്ത് പറഞ്ഞാലും ലബ്ബൈക്കാണ്. ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ തയ്യാർ, ഞാൻ റെഡി എന്നാണ് ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ. പ്രസന്റ്, ഞാൻ റെഡി എന്നാണ് ലബ്ബൈക്കിന്റെ മീനിങ്. നമ്മൾ പ്രസന്റ് സാർ എന്ന് പറയുന്നത് ലബ്ബൈക്ക്. അതെ, ഞാൻ റെഡിയാന്നാണ്. ഒരു ടീച്ചർ പേര് വിളിക്കുമ്പോൾ പറയാ സോറ ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ റെഡി, ഞാനിവിടെ ഉണ്ട്, എന്താ പറഞ്ഞോ അനുസരിച്ചോളാന്നാ. അപ്പോഴേ ഇത് മോനറക്കാൻ പറഞ്ഞു. അതാണ് എങ്ങനെ പറയുന്ന. അപ്പൊ ഈ ഉപ്പയും മോനും കൂടി പോകുമ്പോ ഹദീസുകളിൽ കാണാം, ചില ഹദീസുകളിൽ മോൻ പറയാ, കുഞ്ഞുമോൻ, ഉപ്പ വസ്ത്രമൊക്കെ ഒന്ന് ഉയർത്തി പിടിച്ചോ. എന്താ മോനെ? രക്തമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉമ്മ കമിഴ്ത്തി കിടത്തി. എന്തിനാ? ആ കുരുന്നിന്റെ മനസ്സൊന്ന് മുഖമൊന്ന് കാണാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ചവിട്ടിപ്പിടിച്ച സ്ഥലവും കമിഴ്ത്തിക്കിടത്തിയ സ്ഥലവും മിനയുടെ തീരങ്ങളിൽ നിനക്ക് കാണാം. നദി കാണുന്നു, കനി കാണുന്നു, എങ്ങനെ കരയാണ്ടിരിക്കുന്നു? നമ്മളെങ്ങനെ കരയാണ്ടിരിക്കും? നമ്മളെ മക്കൾ ആലോചിച്ച് നോക്ക്. ഉറുമ്പ് കടിക്കുന്ന ഇഷ്ടാവോ? ഉറുമ്പ് കടിക്കുന്നത്. എന്നിട്ടാണ് അള്ളാഹ്ക്ക് വേണ്ടി. അപ്പൊ അള്ളാഹ് എന്നാ പറഞ്ഞേ? ഇബ്രാഹിം നീ ഭയങ്കര ത്യാഗം ചെയ്തു. അല്ല
അസ്ലമ. ഇപ്പൊ നിങ്ങൾ രണ്ടാളും മുസ്ലിമായി. നമ്മളെപ്പോഴാ മുസ്ലിമാണ്? നമ്മൾ ആലോചിക്കണം. നമുക്കുള്ളത് റബ്ബിന് കൊടുക്കും. ഒരു ഹാജിയാവുക, ഹാജിയാകുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. ഇബ്രാഹിം ആവുക, ഹാജറയാവുക, ഇസ്മായിൽ ആകുക എന്ന അതിന്റെ അർത്ഥം. ഡോക്ടർ ഉസ്താദ് ഖുറം മുറാദ് പറയുന്നുണ്ട്, തൗഹീദ് എന്ന് പറഞ്ഞാൽ ഗണിതശാസ്ത്ര ഫോർമുല പ്രകാരം 1 1 2 എന്ന് പറയുന്ന പോലെ തൗഹീദ് അല്ല. ഇബ്രാഹിം ആകലാണ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയായി ജീവിക്കലാണ്, ഹാജറയാവലാണ്. എറണാകുളത്തേക്ക് മുസ്തഫ സാഹിബ് മുപ്പര ഭാര്യനെയും കൂട്ടി പോയി. ഒരു മോനേ ഉള്ളവർക്ക്, മോൻ ഹുബ്ലിയിലാണ്. അപ്പോ ഒരു 12 മണിക്കാണ് അവിടെ എത്തിയത് എറണാകുളത്ത്. മുസ്തഫ സാഹിബ് DKP, നീ ഇവിടെ നിൽക്കുക, ഞാനിപ്പം വരാം. എന്ത് എവിടെ പോകുന്നു? അത്യാവശ്യമായിട്ട് ഇപ്പം വരും, ഒരു 5 മിനിറ്റ് കൊണ്ട് വരും. അവിടെ നിർത്തിയിട്ട് ഓറ് പോയി. 2-3 മണിക്കൂർ കഴിഞ്ഞാ വന്നത്. വിവരം അറിയോ ഇല്ലേ? സാഹിബ് വിവരം അറിയോ ഇല്ലേ? വിവരം അറിയൂ. ഇതിങ്ങനെ കൊണ്ടാക്കിയിട്ട് പോവാണ്. അത് എവിടെ പോന്ന് തിരിയണ്ടേ? തിരിഞ്ഞാലും ഉത്തരം പറയാൻ പറ്റൂ. ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക്, അപ്പൊ വൈഫ് എവിടെ പോന്ന് ഒന്നും മിണ്ടാണ്ടെന്ന്. എല്ലാ മനുഷ്യരും നിങ്ങളോടല്ലേ പറഞ്ഞു എവിടെ പോന്ന് മിണ്ടാണ്ടെന്ന്. വിവരം അറിയൂലേ? ഇനിയിപ്പോ ഭാര്യ പോവാണ്, കുഞ്ഞാമ്മ സേവി ചോദിക്കാണ് എവിടെ പോന്നി, മിണ്ടുന്നില്ല. അല്ലപ്പോ എനിക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുത്ത് എവിടെ പോന്ന്, മിണ്ടുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെയായിരുന്നു, അനങ്ങാണ്ടിരിക്കുകയാണ്. അവസാന ഹാജറ ചോദിക്കാണ്, ഇത് അള്ള പറഞ്ഞിട്ടാണോ? അള്ള പറഞ്ഞിട്ടാണ്. എന്നാ വിട്ടോ. കാരണം എന്താ? ഹസ്ബി അല്ലാഹ്. ഇവിടെയാണ് ഒരു ഹാജിയുടെ സ്വഭാവം. എന്താണ് ഹാജിയുടെ സ്വഭാവം? അള്ളയാണ് ഹജ്ജ് ചെയ്തത്. നമ്മൾ ഒരിക്കലും നമ്മളെ കഴിവുകൊണ്ട് എന്തെങ്കിലും ആക്കി പോകും എന്ന് വിചാരിച്ചിട്ടോ പിടിച്ച അള്ള ഷേപ്പ് മാറ്റും, ഉറപ്പ്. 2 കാര്യം ശ്രദ്ധിച്ചോ. ഒന്ന്, അവനവന്റെ കാര്യം നോക്കാൻ തുടങ്ങിയാൽ നട്ടം തിരിയും. എന്താ? മറ്റുള്ളവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാം, കൂടുതൽ എല്ലാവർക്കും സൗകര്യം. അപ്പൊ എന്താ? നിങ്ങളുടെ കാര്യമെല്ലാം എളുപ്പമാകുന്നത്. നിങ്ങളെ കൂടുതൽ എല്ലാവർക്കും, നിങ്ങൾ ചായ കുടിക്കുന്നതിന് മുമ്പ് അവർക്ക് കൊടുക്കുക, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർക്ക് കൊടുക്കുക, നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് അവരെ ഓർക്കുക. കൂടെയുള്ളവർക്ക് നിങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തോ, നിങ്ങളുടെ ഹജ്ജ് ഉണ്ടാവും. അള്ളാഹു മലക്കുകളാണ് യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത്. 1000 ആള് കാസർഗോഡ് റോഡിൽ ഒരുമിച്ച് വന്ന ട്രാഫിക് ജാമാണ്. 30 വന്നിട്ടും ഒരു 2-3 മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം ഒഴിഞ്ഞു പോയി. ആര് നിയന്ത്രിക്കുന്നത്? അവിടെ പറഞ്ഞിട്ടുള്ള ഷുർത്തക്കാരെന്ന് അല്ല, അള്ളാഹുന്റെ മലക്കുകളാണ്. ഹറമിന്റെ നിയന്ത്രണം മലക്കുകൾക്കാണ്. മനുഷ്യ സാധ്യമല്ല നിയന്ത്രണം. പക്ഷെ അള്ളാഹുവിന്റെ മാലാകമാരുടെ അവന്റെ പൂർണ്ണമായ നിയന്ത്രണം, അവന്റെ പൂർണ്ണമായ നിയന്ത്രണം. അപ്പോ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബാത്റൂമിൽ പോകണം, എനിക്ക് പോകണം, പക്ഷെ നിങ്ങൾ പോയിക്കോളൂ. ഇവിടെയും ശ്രദ്ധിക്കണേ. പണ്ട് ട്രെയിനിൽ വരുമ്പോ പെഹലെ എന്നിട്ട് ട്രെയിൻ പോയ കഥയുണ്ട്. അതുപോലെ ആയി പോകാൻ പാടില്ല. സമയവും സന്ദർഭമെല്ലാം പരിഗണിക്കുമ്പോൾ നിങ്ങൾ കയറ്, അല്ല നിങ്ങൾ കയറുന്നപ്പോ ട്രെയിനിന്റെ വഴിക്ക് പോയി, ഇങ്ങനെ ആയി പോകാൻ പാടില്ലേ? എന്ത് ചെയ്യാ? മറ്റുള്ളവർക്ക് പരിഗണന കൂടുതൽ കൊടുക്കുക. അപ്പൊ സ്വാഭാവികം നിങ്ങളെ ഹജ്ജ് ഫുൾ സ്മൂത്ത് ആവും. രണ്ടാമത്തെ എന്ത്, ഒരിക്കൽ പോലും എന്റെ ഉമ്മാനെ കൂടി ഒരു ഹജ്ജിന് പോയപ്പോ കുറെ ഭയങ്കര 900 ചില്ലറ ആളുണ്ടായിരുന്നു. എല്ലാരെയും സഹായിക്കണം എന്നുള്ള മനസ്സുകൊണ്ട് അവസാനം പൂതി തോന്നി, ഇനി ഉമ്മാക്ക് കൊണ്ട് 2-3 ദിവസം നിൽക്കുക. ആ വിചാരിച്ചന്ന് ഉമ്മാനെ കാണാണ്ടായി. എന്തേ? നമ്മ വിചാരിച്ച് നമ്മളാ നോക്കുന്നത്, അല്ലടോ അല്ലയാന്ന്. ഇത് എന്റെ അനുഭവം മാത്രമല്ല. നമ്മളന്ന് അമീറായിട്ടുണ്ടായിരുന്നത് പാളയം പള്ളി ഇമാം ഇവിടെ വന്നു. അതിന് മുമ്പുള്ള ഹംസ മൗലവി ഫാറൂഖിയാണ്. അദ്ദേഹത്തിന്റെ ഉമ്മയുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ കുറെ ആയില്ല നമ്മളിങ്ങനെ ഓടുന്നത്, എന്റെ ഉമ്മാനെയും നിന്റെ ഉമ്മാനെയും കൂടി നീ ഒരു 3 ദിവസം നോക്ക്. നമ്മൾ നോക്കാൻ റെഡിയായി. അന്ന് 2 ഉമ്മാനെയും കാണാണ്ടായി. അള്ള എന്താ പഠിപ്പിച്ചത്? എടാ നീയൊന്നല്ല ഇത്രയും ദിവസം നോക്കിയിരിക്കും, നീ എന്റെ പണിയെടുത്തു, അപ്പൊ ഞാൻ എന്റെ പണിയെടുക്കും എന്നാണ്. നമ്മളെ കൂട്ടത്തിലൊരു ജമീലത്തുണ്ടായിരുന്നു. അവരുടെ പ്രത്യേകത ഇംഗ്ലീഷ്, അറബി, ഉറുദു, ഹിന്ദി വെൽ ഫ്ലുവന്റ് ആണ്. അപ്പൊ നമ്മളെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ പറഞ്ഞു, ജമീലത്ത് ഫറൂഖ് കോളേജിന്റെ ഫസ്റ്റ് ബാച്ചാണ്, ജമീലത്ത് എവിടെ പോയാലും പെടൂല, കാരണം അറബി ഫ്ലുവന്റ് ആണ്, ഇംഗ്ലീഷ് ഫ്ലുവന്റ്. ജമീലത്ത് എവിടെ പെട്ടുന്ന ബാത്റൂമിൽ. അവിടെ എന്ത് ഭാഷക്ക് കാര്യം?
ഞാൻ ജമീലത്താത്താനോട് പറഞ്ഞു, ഇപ്പൊ ഇപ്രാവശ്യം അബുദാബി പോയപ്പോ അവരെ കണ്ടപ്പോൾ നിങ്ങൾ പണ്ട് കുടുങ്ങി ഓർമ്മയില്ല ഉണ്ട് മോനെ, എന്തേ കാര്യോ? അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഭാഷകളോട് നിങ്ങൾ എല്ലായിടത്തും രക്ഷപ്പെടും? ആ മോനെ വിചാരിച്ചിന്. അല്ല നിങ്ങൾ എവിടെ കുടിക്കിയേ? ബാത്റൂമിന്റെ ഹൂക്ക് എടുക്കാൻ പറ്റുന്നില്ല. അവർ ഏത് ഭാഷയിലാണ് സംസാരിക്കുക? ആരോടാ സംസാരിക്കുക? അപ്പൊ പിടിക്കേണ്ടടുത്ത് പഠിച്ചോൻ പിടിക്കും. നിങ്ങൾ ട്രെയിനർമാരോട് ചോദിച്ചപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ഹജ്ജിൽ അഹങ്കാരം കാണിക്കാൻ തീരുമാനിച്ചിനാ, ഹജ്ജിൽ സ്വാർത്ഥത കാണിക്കാൻ തീരുമാനിച്ചിനാ, അള്ളാ പിടിക്കും, ഉറപ്പ്. അതുകൊണ്ട് സറണ്ടർ ആവുക, ഇബ്രാഹിം ആവുക എന്ന ലബൈക്ക് സറണ്ടർ ആവുക, അതല്ലാത്ത വേറെ പണിയൊന്നുമില്ല. നേരത്തെ പറഞ്ഞ ഹുബിന്റെയും ശുക്റിന്റെയും സബറിന്റെയും, സബർ എന്ന് പറഞ്ഞാൽ ഒരാള് നബിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോകുന്ന നബി എന്നെ ഉപദേശിക്ക്, നീ ദേഷ്യം പിടിക്കണ്ട. അപ്പൊ ഈ മനുഷ്യന് തൃപ്തിയായില്ല, കാരണം കുറച്ചും കൂടി എന്തെങ്കിലും ഉപദേശം കിട്ടണ്ടേ. നബിയെ ഞാൻ ഹജ്ജിന് പോകുന്നു, മൂന്നാമത് നീ ദേഷ്യം പിടിക്കണ്ട. അപ്പൊ നമ്മൾ ഒരിക്കലും എന്തിനു റബ്ബി ഇങ്ങനെ പറയുന്നത്, എങ്ങനെ പറയുന്നത് എന്തിനാന്ന് യാത്ര തുടങ്ങുമ്പോൾ മുതൽ മനസ്സിലാവും. എയർ ഇന്ത്യ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ 9 മണിക്കൂർ ഡിലേറ്റ് എടുക്കുള്ളൂ. അപ്പൊ ചൊറിയാൻ തുടങ്ങും. ആരെല്ലാം ചെയ്ത് എല്ലാ ക്ലാസ്സിലും കേട്ടിട്ടുണ്ടാവും. എന്നാല് ഫ്ലൈറ്റ് ഒടുക്കത്തെ ഫ്ലൈറ്റ് ആണ് ഇതെനിക്ക്. പിന്നെ നരേന്ദ്രമോദിനായാലും പ്രധാനമന്ത്രിയായാലും ഉള്ള പിണറായി വിജയൻ മുതൽ സകലാലും ചീത്ത വിളിക്കലാണ്. നേരത്തൊക്കെ പോകുന്നു അച്ഛൻ ഇനി പിണറായി വിജയൻ വെച്ച് ഇനി എന്നെ പൊരുത്താക്കണം എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റൂല. അവിടെ ദേഷ്യം പിടിക്കേണ്ടത്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോയി. ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞെടുത്തെല്ലാം നിൽക്കണം. ഓള് പാവം എന്ത് ചെയ്യാനന്ന് മിസ്സായി, കാണാണ്ടായാ പിന്നെ അതാപിന്റെ ഔലികഞ്ഞിയാണല്ലോ. ഏടിയ തപ്പണ്ടിടത്തിൽ തപ്പി കിട്ടുന്നില്ല. അവസാനം 4 ദിവസം കഴിഞ്ഞിട്ട് ഇവരെ കിട്ടിയ ഉടനെ പിന്നില്ലല്ലോ, എന്നെ കൂട്ടിയിട്ട് വന്നിറങ്ങണേ ഞാൻ വിചാരിച്ചിട്ട്. നിങ്ങളെപ്പോഴും ഇറങ്ങിപ്പോ എല്ലാം പോയി. പരമാവധി ക്ഷമ എത്ര വരെ ഒന്നും പറയാൻ പറ്റൂല. ക്ഷമിക്കുക തന്നെ. ബാത്റൂമിൽ ക്യൂ ഉണ്ടാവും. നിങ്ങളെ സ്ഥലത്താനാകുമ്പോഴായിരിക്കും വേറൊരുത്തും ചാടിക്കേറി വേണ്ട. പ്രായോഗികമായി റസൂല് നൽകിയ ഉപദേശം. കാരണം നമ്മളെ വിസയും പാസ്പോർട്ടെല്ലാം ചിലപ്പോൾ ശരിയാകുന്നില്ല. ഇതൊന്നും വേണ്ടാത്തൊരു സാഹിബില്ല, അറിയാലോ ആരാണ്. ഓനിങ്ങനെ വന്നിട്ട് എല്ലാ പണി കൊടുക്കും. കരുതിയിരിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ. നേരത്തെ ഞാൻ പറഞ്ഞ കാബയുടെ ഓരോ മൂലകളിലൂടെയും പോകുന്ന രാജ്യങ്ങളെല്ലാം അരക്ഷിതമാണ്. അഥവാ ഈ വ്യത്യസ്ത നമ്മളുടെ ജമാഅത്ത്, മുജാഹിദ്, സുന്നി, തബ്ലീഗ് അടിയില്ലേ, ഇതിന്റെ വിപുലമായ സുന്നി ഷിയ അടി, തല്ല്, കുത്ത്, ചവിട്ട്. ഈ സെക്ടേറിയനിസത്തെയാണ് ഇസ്ലാം വിരുദ്ധ ശക്തികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ശക്തി എത്രയാണെന്നറിയാം. ലീഡ്സ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ സൽമാൻ സയ്യിദ് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഒരു രാജ്യത്തെ പറ്റി ചിന്തിച്ചു നോക്കുന്നത്, റഷ്യയെ പോലെ വിപുലമായ ഒരു രാജ്യം, പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം, ജപ്പാനെ പോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളൊരു രാജ്യം. അങ്ങനെ ഒരു രാജ്യം ഉണ്ടായാൽ അതായിരിക്കില്ലേ സൂപ്പർ പവർ. അതാണ് മുസ്ലിം ഉമ്മത്ത്. സുബ്ഹാനല്ലാഹ്. ആ മുസ്ലിം ഉമ്മത്തിന് എന്താ? കാറ്റ് പോകുന്ന അല്ല പറഞ്ഞേട്ടാ, വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കരുതേ, വലാ തഫ്ശലു, നിങ്ങളിങ്ങനെ തമ്മിത്തല്ലി കുഴപ്പമുണ്ടാക്കല്ലേ. എന്താ സംഭവിക്കുക? നിങ്ങളെ കാറ്റ് പോകുന്നതിന്റെ മലയാളം അല്ലേ പക്ഷേ, നിങ്ങളെ കാറ്റ് പോകും. കാറ്റ് പോയ ഉമ്മത്തല്ലേ നമ്മൾ? അല്ലേ? എന്ത് ഇസ്സത്താണ് നമുക്കിന്ന് അവശേഷിക്കുന്ന പ്രിയപ്പെട്ടവരെ. പിഞ്ചു പൈതങ്ങൾ അല്ലെ. ഇറാനിലെ ഒരു കുഞ്ഞെന്തോ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മയുടെ ഭക്ഷണത്തിനുണ്ടല്ലോ രുചിയാണ് എന്നാണ്. ഉമ്മ പിഞ്ചു പൈതങ്ങളുടെ ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വര വിലാപം എന്ന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി എഴുതിയിട്ടുണ്ട്. എത്ര പിഞ്ചു പൈതങ്ങൾ! ഇബ്രാഹിം അലൈഹിസ്സലാം നടന്നുപോയ വഴികളിലെല്ലാം. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ഹാജി എപ്പോഴാ ഹാജി ആകാന്നറിയോ? ഒരു ഹാജി എപ്പോഴാ ഹാജി ആകാന്നറിയോ? സൗഹൃദത്തിന്. നിങ്ങളൊന്നും വേണ്ട കേട്ടാ, നിങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന ഒരു സലാം പറയാ, ചിരിക്കുക. ഏതോ നാട്ടുകാരിക്കും
കറുകറുത്തവളായിരിക്കും, വെളുവെളുത്ത് തൊടുത്തവളായിരിക്കും. ഹജ്ജിന് പോയി വന്ന ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ലോകത്ത് മലയാളമല്ലാത്ത ഒരു ഭാഷയല്ല മലയാളം എഴുതാൻ, പക്ഷെ ഞാൻ കുറെ രാജ്യത്തുള്ള ആളെ പരിചയപ്പെട്ടു. അപ്പൊ അത്ഭുതത്തോടെ ഞാൻ ഉമ്മാനോട് എങ്ങനെ, ഞാൻ ചിരിക്കും അവരും ചിരിക്കും, ഞാൻ ചിരിക്കും അവരും ചിരിക്കും. യൂണിവേഴ്സൽ ബ്രദർഹുഡ്. എന്റെ മുഹമ്മദീയ ഉമ്മത്തിൽപ്പെട്ടവർ. എന്നിട്ട് എന്റെ അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എന്താണും ആ പ്രാർത്ഥിക്കുക? പഠിച്ചോനെ, ഇസ്ലാമിന് ഇസ്സത്തുള്ളവരാക്കി ഇവരെ മാറ്റണേ, ജന്നാത്ത് കൊടുക്കണേ, വിരുന്നു കൊടുക്കണേ. എന്താ സൗഹൃദം സഹോദരി! 2 പുസ്തകങ്ങൾ പറ്റുമെങ്കിലും വായിക്കണം. ഒന്ന് മാൽക്കം എക്സിന്റെ അൽഹാജ് മലിക് ഷഹബാസ് എന്ന പേരിൽ പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ഒരു മനുഷ്യന്റെ ആത്മകഥ. അലക്സ് ഹാലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അമേരിക്കയിലെ വളരെ വലിയ വിപ്ലവകാരിയായ വെടിയേറ്റ് മരിച്ച ഷഹീദ് അൽഹാജ് മലിക് ഷഹബാസ്, മാൽക്കം എക്സ്, അലക്സ് ഹാലി എഴുതിയിട്ടുണ്ടത്. അദ്ദേഹം പറയുന്നുണ്ട്, ഹജ്ജിന് ഞാൻ ഇരുന്നുവെങ്കിൽ വെളുത്തവരെ കണ്ടാൽ എനിക്ക് പകയായിരുന്നു എന്നാണ്. ഹജ്ജിന് പോയപ്പോഴാണ് വെളുത്തവരും മനുഷ്യരാണോ എന്ന് എനിക്ക് മനസ്സിലായത്. മറ്റൊന്ന് ജെഫ്രി ലാഗിന്റെ, ഡോക്ടർ ജെഫ്രി ലാഗിന്റെ ആത്മകഥയാണ്. അതിലൊരു സംഭവം പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹം അമേരിക്കയിലെ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് ഹജ്ജിന് പോവാണ്. ഹജ്ജിന് പോകുമ്പോ അദ്ദേഹത്തിന് ഭയങ്കര ആവേശം ഉണ്ടായിരുന്നു. കാരണം ഇസ്ലാമിന്റെ ലോകത്തേക്കാണല്ലോ പോന്നേ. അങ്ങനെ ഇസ്ലാമിന്റെ ലോകത്തേക്ക് എത്തി, ഇസ്ലാമിന്റെ നാട്ടിലേക്ക് എത്തി. അപ്പൊ കാണുന്ന ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി, നിങ്ങള് ഇസ്ലാമിലേക്ക് വന്നതാണ്. ആവേശപൂർവ്വം കഥകൾ ഇങ്ങനെ പറയും. കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് എത്തീസ്റ്റായിട്ട് വളർന്ന് മാത്തമാറ്റീഷ്യനായി, സയന്റിസ്റ്റായി, അവസാനം ഖുർആനും തിരിച്ചറിയും വായിച്ച് ഞാൻ മുഅ്മിനായി, മുസ്ലിമായി ഹജ്ജിന് വന്നിരിക്കുകയാണ്. അദ്ദേഹം തന്നെ പറയാണ്, ഇതിങ്ങനെ പറഞ്ഞു കാണുന്ന ആളെല്ലാം ചോദിക്കുന്നു, പറഞ്ഞു എന്തായി, മടുപ്പ് വന്നു. ചോദിക്കല്ലേ എന്നാവാൻ തുടങ്ങി. ഞാൻ മിനയിൽ നിന്ന് അറഫാത്തിലേക്ക് പോവാണ്, സൗദി അറേബ്യയുടെ വണ്ടിയിൽ. ആരും ചോദിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും പുറകിൽ പോയിരുന്നു ബസ്സിന്റെ. ആരും വന്നില്ല, സമാധാനം. ബസ് വിട ഒരാളെന്റെ തുടമേൽ, ശരീരത്തിന്റെ മേൽ ഇങ്ങനെ കൈവെക്കുന്നു. അപ്പം തന്നെ എനിക്കൊന്ന് ഇപ്പൊ ചോദിക്കും. ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? ജഫ്രി വരാൻ. ഞാൻ പറഞ്ഞു, ജഫ്രി, നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നാണോ? അതെ. ഒന്ന് പറയാമോ? എന്തു പറയാൻ? കത്തോലിക്ക സഭയിൽ ജനിച്ച് മുസ്ലിമായി. അദ്ദേഹം പറയാൻ, ഒരു മര്യാദ കിട്ടില്ല ഞാൻ സംസാരിച്ചത്. എനിക്ക് എന്നെ വല്ലായ്മയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ വല റഫസ വല ഫുസൂഖ വല ജിദാല ഫിൽ ഹജ്ജ് എന്നല്ലേ. എനിക്ക് വല്ലാത്ത സങ്കടമായി. ഞാൻ എന്ത് ചെയ്തു? ഞാനൊന്നിങ്ങനെ നോക്കി, ആരാണ്? അപ്പൊ എന്റെ അടുത്തുനിന്ന് ആ വർത്താനം പറയുന്ന മനുഷ്യന്റെ 2 കണ്ണുങ്ങനെ നിറഞ്ഞൊലിക്കാൻ ഞാൻ വല്ലാണ്ടായി പോയി. ഞാൻ അയാളുടെ കൈ പിടിച്ചു. എന്നിട്ട്, നിങ്ങളെവിടെ? ഞാൻ അഹമ്മദ്. എവിടെയാ സ്ഥലം? ഞാൻ ബംഗ്ലാദേശിലാണ്. എന്നിട്ട് അഹമ്മദ് ചോദിക്കുകയാണ്, ജഫ്രി, നീ ഇപ്പൊ ആളുകളൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ലബ്ബൈക്ക് എപ്പാ പറയാന്നറിയാ? അറ്റൻഡൻസ് വിളിക്കുമ്പോഴാണ്. എന്നാ അതിന്റെ അർത്ഥം എന്നറിയാ? ഞാൻ റെഡി എന്നാണ്. ഇതാരാ പറഞ്ഞതെന്നറിയോ ജഫ്രി? 4000 വർഷങ്ങൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയാണ്. ജഫ്രി, ഹജ്ജ് ഇബ്രാഹിം നബിയോട് പറയുമ്പോ, ഹജ്ജിന് വേണ്ടി വിളിക്കുന്നു പറയുമ്പോ ആരാ കേൾക്കാനുണ്ടായിന്? ജഫ്രി, നീ ആലോചിച്ച് നോക്ക്. എന്നോട് പറഞ്ഞത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കില്ല, ആര് റബ്ബേ കേൾക്കാൻ? ഇബ്രാഹിം ചോദിച്ചോ? ഇബ്രാഹിം വിളിച്ചില്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ചതിന് ശേഷം നീ നോക്കൂ ജഫ്രി, അമേരിക്കയിൽ നിന്ന് നീ, ബംഗ്ലാദേശിൽ നിന്ന് ഞാൻ, ലോകത്തിന്റെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ ആ വിളിക്കുത്തരം നൽകി ഇങ്ങനെ വരികയാണ്. ജഫ്രി, നീ ആലോചിച്ചു നോക്കൂ. ഞാനിങ്ങനെ കണ്ണടച്ച് ചിന്തിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇതൊക്കെ ഇങ്ങനെ കാണുകയാണ്. ജഫ്രി പറയാണ്, ഈ രുചി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ ഹജ്ജ് പൂർത്തിയാകുമായിരുന്നില്ല. ഇസ്ലാമിക സാഹോദര്യം കാണുന്ന ആളൊക്കെ പരിചയം. ഈ മഖ്ബൂലും മബ്റൂറായിട്ടെന്ന് പറയുന്നില്ലേ? മബ്റൂറിന്റെ ഒരു അർത്ഥം എന്താണെന്നറിയാം? കുറച്ച് സമ്മാനങ്ങളൊക്കെ പാക്കറ്റിൽ എടുത്തു. ബറൂ ജമീൻ മറ്റേ സാധനം മാത്രമല്ല, കുറച്ച് എന്ത് ചെയ്യുക, കുറച്ച് സമ്മാനങ്ങളൊക്കെ എടുത്തു വെക്കുക. ആരെങ്കിലും കാണുമ്പോ അതാണ്. അങ്ങനെ ഒരു അർത്ഥമുണ്ട്.
സമ്മാനങ്ങൾ കൊടുക്കുക, ഹദിയ കൊടുക്കുക കാണുന്ന ആളുകൾക്ക്. അത് ഒരുപക്ഷെ നിങ്ങളൊരു അത്തറെടുത്താൽ മതി, എന്നിട്ട് അതും പറ്റി കൊടുത്താൽ മതി. സ്വതക്കയാണ്. സമ്മാനങ്ങൾ കരുതുക കയ്യിൽ, സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു മനുഷ്യന് സ്ട്രോക്ക് വന്നിട്ട് വീട്ടിൽ കിടത്തായി. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇങ്ങനെ പോയി പോന്നു, കിടക്കുകയാണ്, സ്ട്രോക്ക് വന്നിട്ട് ഒരു രക്ഷയില്ല, ശരീരം മുഴുവൻ തളർന്നു കിടക്കുകയാണ്. കൈ അനക്കാൻ പറ്റുന്നില്ല, കാലനക്കാൻ പറ്റുന്നില്ല, കണ്ണനക്കാൻ പറ്റുന്നില്ല. ജീവനുണ്ടോ? ഉണ്ട്. അതിനെ കൊണ്ടുപോയിട്ട് നമ്മൾ കബറിൽ നോക്കുക ഇല്ല. എന്തേ? അതിന്റെ ഹാർട്ട് അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിക ലോകത്തിന്റെ ഹാർട്ടാണ് കഅബ. അവിടെ ഇങ്ങനെ തവാഫ് നടക്കുന്നിടത്തോളം കാലം വലിയ പ്രതീക്ഷയുണ്ട് ഇസ്ലാമിന്. ഇസ്ലാം വിജയിക്കും. ദീനിന്റെ, ഈമാനിന്റെ രുചി ലോകം അനുഭവിക്കും. ജേണി ടു ട്രൂത്ത് എന്ന് പറയുന്ന ഒരു പുതിയ പുസ്തകം വന്നിട്ടുണ്ട്. സെലിബ്രിറ്റികളുടെ ഇസ്ലാം പ്രവേശനത്തിന്റെ അത്യൽഭുതമുള്ള അനുഭവങ്ങൾ വായിക്കണം നമ്മൾ. ജേണി ടു ട്രൂത്ത്. സുബ്ഹാനല്ലാഹ്. ലോറൻ ബൂത്തി എന്ന് പറയുന്ന 24 വയസ്സുള്ള നമ്മളെ ഫ്രീഡം ഫ്ലോട്ടിലേക്ക് ആ പെൺകുട്ടിയുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അവർ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കേൾക്കുന്നില്ല. സമയായാലും ബാങ്ക് കേട്ടാ നിർത്താം. അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹജ്ജിന്റെ ഭാഗമല്ലെങ്കിൽ പോലും സിയാറ വളരെ പ്രധാനപ്പെട്ടതാണ്. മദീനയിൽ നുസുക്കാപ്പൊക്കെ വേണം എന്നത് പുതിയ തിരക്കിന്റെ ഒരു കാര്യമാണ്. അതൊക്കെ പരസ്പരം സഹായിക്കുക. മദീന എന്ന് പറയുന്നത് ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ വലിയ കേന്ദ്രമാണ്. നിങ്ങൾ നോക്കൂ, മക്കയിലും മദീനയിലുള്ള ഖിറാഅത്തിന് തന്നെ വ്യത്യാസമുണ്ട്. മദീന ഹറമിലെ ഖിറാഅത്ത് ഉണ്ടല്ലോ, ചില ആയത്തൊന്നും പൂർത്തിയായിട്ട് ഓതാൻ ഇമാമുമാർക്ക് പറ്റൂല. അത് നബിനെ കുറിയുന്ന വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് എന്നൊക്കെയുള്ള ആയത്ത് വരുമ്പോ കണ്ടമിടറിയിട്ടാണ് നിൽക്കുക വരുന്നത്. യാ അയ്യുഹൻ നബിയ്യു ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും. ഇങ്ങനെ തുടങ്ങി നബി അഭിസംബോധന ചെയ്യുന്ന ആയത്തുകൾ വരുമ്പോണ്ടല്ലോ, പിന്നെ അവരുടെ ശബ്ദം ഇടറും, അവര് പതിയെ ഓതും. കാരണം ഓരോ തൂണിനും ചരിത്രമാണ്. നിങ്ങൾ മദീന പള്ളിയിൽ ഏതെങ്കിലും ഒരു തൂണിന് ചാരി ഇരുന്നാൽ ആ തൂണിനൊരു ചരിത്രം ഉണ്ടാവും. നിങ്ങൾ മദീന പള്ളിയിൽ ഒരു വാതിലൂടെ പുറത്തിറങ്ങിയ ആ വാതിലൊരു ചരിത്രം ഉണ്ടാവും. നിങ്ങൾ മദീന പള്ളിയിൽ എവിടെയെങ്കിലും ഒന്ന് നോക്കിയാൽ എന്തോ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചരിത്രം ഉണ്ടാവും. ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ, ഒരു വിജ്ഞാനകോശമാണ് മദീന എന്ന് പറഞ്ഞാൽ. മദീന മാത്രം സന്ദർശിക്കാൻ പോകണം, ഇസ്ലാമിക ചരിത്രം മുഴുവൻ ഇങ്ങ് പഠിച്ചിട്ട് വരാം. അത്രയും ഒരുങ്ങിയിട്ടുണ്ട് മദീന അല്ലേ? മദീന എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാടാണ്. നേരത്തെ ഞാൻ പറഞ്ഞ യസ്രിബാണത്, പ്രതികാരം ചെയ്യുന്ന സ്ഥലം. അതാണ് മദീനയായി മാറിയത്. ആ മദീനയോടുള്ള നമ്മുടെ സ്നേഹം, റസൂലിനോടുള്ള നമ്മുടെ, ഹബീബിനോടുള്ള നമ്മുടെ സ്നേഹം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ജേണി ടു ട്രൂത്തിലുണ്ടല്ലോ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ സ്ത്രീ, ഫ്രീഡം ഫ്ലോട്ടിലേക്കുള്ള സ്ത്രീ, അവര് പരിസ്ഥിതി ആക്ടിവിസ്റ്റ് കൂടിയാണ്. ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ അവരിങ്ങനെ ഓടിച്ചാടി നടക്കും. അവര് പറയാണ്, ഞാൻ സൊമാലിയയിലൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു സൊമാലിയൻ ഡ്രൈവർ ഉണ്ടായിരുന്നു എനിക്ക്. അവന്റെ പ്രത്യേകത വെച്ചാൽ നിർത്താണ്ട് വർത്താനം പറഞ്ഞോണ്ട് എനിക്കാണെങ്കിൽ മടുപ്പ് വരും. പറയുന്നതാട്ടെ ഇസ്ലാമിനെ കുറിച്ചുമായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്കൊരു താല്പര്യം ഉണ്ടാവില്ല. ലോറൻ ബൂത്തി പറയാണ്, എനിക്കൊരു താല്പര്യം ഉണ്ടാവില്ല. ഈ സൊമാലിയൻ ഡ്രൈവർ പറയാണ്, മുത്തുനബി, ഈ ലോറൻ ബൂത്തിനെ എഴുതാൻ, മുത്തുനബിയുടെ വസ്ത്രത്തിൽ ഒരു പൂച്ച വന്നു കിടന്നു. പൂച്ചയുടെ ഉറക്കം നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നബിതങ്ങൾ എന്ത് ചെയ്തു? ആ വസ്ത്രം കീറിയിട്ട് ബാക്കിയെടുത്ത് അത് അണിഞ്ഞു പോയി, പൂച്ചയുടെ ഉറക്കം കളയാതിരിക്കാൻ. അപ്പൊ ലോറൻ ബൂത്തി പറയാണ്, എനിക്കൊന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ആ സൊമാലിയൻ ഡ്രൈവറോട് പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞാട്ടാ സംഭവം. കാരണം ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ്, പൂച്ചയെ സ്നേഹിക്കുന്ന ആളാണ്. അപ്പൊ ഒന്നുകൂടി അത് പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞു. ലോറൻ ബൂത്തി പറയാണ്,
ങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആ മണലാരണ്യത്തിൽ മരിച്ചുപോയ ആ മഹാമനുഷ്യനില്ലേ, ആ മനുഷ്യനെ കുറിച്ചുള്ള പ്രണയം, അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രേമം, പ്രണയം, സ്നേഹം എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പൂവായി വിരിയാൻ തുടങ്ങിയെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം സ്വീകരിക്കുന്നു അവർ. റസൂലിനോടുള്ള സ്നേഹം ധാരാളം. നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കാരും മുജാഹിദുകൾ സലാത്ത് ചെല്ലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇഷ്ടംപോലെ സലാത്ത് ചെല്ലണം. നിങ്ങൾ സലാത്ത് കൊണ്ട് നാവ് നിറക്കുക, ഹൃദയം നിറക്കുക. മദീന പള്ളിയിൽ എത്തുമ്പോ ഒരു കുശുമ്പിനും പോകാണ്ടിരിക്കുക പെങ്ങന്മാരെ. നമ്മുടെ നാട്ടില് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വലിയൊരു കാളി വന്നു, പെണ്ണുങ്ങളുള്ള പള്ളിയിൽ. ജുമാ ഖുത്ബ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ കാളി പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു മൊയ്തു മൗലവിയാണ്. മൊയ്തു മൗലവി പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു വെറുതെ അല്ലെങ്കിൽ ഇവിടുന്ന് പള്ളിയിൽ വരണ്ടെന്ന് പറഞ്ഞത്. കാരണം ഫുള്ള് ഭർത്താനം. ഇങ്ങനെ ആയി പോകാൻ പാടില്ല. മദീന പള്ളി നിങ്ങൾ ആക്ഷേപിക്കുന്നൊന്നല്ല കേട്ടാ. ഈ പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് എന്ന് പറയുന്ന വലിയൊരു ആശയമുണ്ട്. പെണ്ണുങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല. ആക്ഷേപിക്കുന്നല്ല, പെട്ടുപോകും ചിലപ്പോ. ഒരുത്തി മതി, കുളം കലക്കാൻ ഒരു പോത്ത് മതി എന്ന സാധാരണ പറയല്. ആ പോത്ത് നമ്മൾ ആവാണ്ടിക്കുക. എന്ത് ചെയ്യാ? സലാത്തുകൾ വർദ്ധിപ്പിക്കുക മദീന പള്ളിയിൽ നിന്ന്. പറ്റുമെങ്കിൽ റൗളയിലൊക്കെ പോയിരിക്കുക. ചില ആള് പറയും സംസമിന് ഒരു പ്രത്യേകത, വിഡിത്താണ്. എന്തുദ്ദേശത്തിന് കുടിക്കുന്നു അതിനുള്ളതാണ്. സംസം കുടിക്കുക. മദീന പള്ളിയിൽ മദീന ചരിത്രം പറ്റുമെങ്കിൽ പഠിക്കുക. റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുറേയേറെ ഇങ്ങനെ ചെല്ലുക അല്ലെ, എത്ര പറ്റുമോ അത്രയും സലാത്ത് ചെല്ലുക. ഓരോ സലാത്തിനും ഓരോ നന്മയാണ്. ഇരട്ടി ഇരട്ടിയായ നന്മകളാണ് അള്ളാഹു നമുക്ക് നൽകുക. എന്താണ് സ്വലാത്ത്? സ്വലാത്ത് എന്നുള്ള അറബി വാക്കിന്റെ അർത്ഥത്തിൽ ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ സല്യൂട്ട് എന്നർത്ഥമുണ്ട്. ശരിക്കും അഭിവാദ്യം ചെയ്യുക. ആർക്കുള്ള അഭിവാദ്യം? നമുക്ക് വേണ്ടി നമ്മെ ഓർത്ത് കരഞ്ഞ ഹബീബിനെ, നമ്മെ ഓർത്ത് കരഞ്ഞ ഹബീബിന് വേണ്ടിയിട്ടുള്ള ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനിപ്പിക്കുകയാണ്. അറഫയിൽ നിന്നാണ് ഒരു ഹാജി ഇങ്ങനെ ഇറങ്ങി വരിക. അറഫയിൽ നിന്ന്, അറഫയിൽ ഹബീബ് വരുന്ന ഒരു രംഗമുണ്ട്. ഇതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി കേട്ടോ. അറഫയിൽ നിന്ന് ഹബീബ് വരുന്ന ഒരു രംഗമുണ്ട്. കസ്വായി എന്ന ഒട്ടകം, കസ്വായി എന്ന ഒട്ടകം ഏതാണ്ട് 11 വർഷത്തോളം, 4 വയസ്സുള്ളപ്പോഴാണ് നബിയുടെ കൂടെ കൂടിയത്. 11 വയസ്സ് വരെ നബിയോടൊപ്പം ഉണ്ടായിരുന്നു. നബി വഫാത്തായപ്പോ ആ കസ്വായിന്റെ പ്രത്യേകത എന്താണെന്ന് നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒട്ടകമായിരുന്നു. നമ്മുടെ ഒരു റോൾസ് റോയ്സ് എന്നൊക്കെ പറയാവുന്ന ഒരു അവസ്ഥയിലാണ് ശരിക്കും നബിയുടെ കസ്വാ. ഒരു നാട്ടിലൊരാൾക്ക് റോൾസ് റോയ്സ് ഉണ്ടെങ്കിൽ അയാൾ ആരാ? കസ്റ്റമേഴ്സ് ചെയ്യുന്ന കാറാണല്ലോ അത്. അതുപോലെയാ കസ്വാ, നബിയുടെ മാത്രം കസ്വാ. അതിനെ കുറിച്ച് ഭയങ്കര അഭിമാനമായിരുന്നു നബിക്ക്. ഏത് ഒട്ടകത്തിന്റെ കൂടി ഓടി ജയിക്കുകയായിരുന്നു. ഒരിക്കത് പൊട്ടിപ്പോയിരുന്നു കേട്ടോ. എന്നാലും നബി പറയുന്നുണ്ട്, ഒന്നിന്റെ കാര്യത്തിൽ അമിതമായ ആത്മവിശ്വാസം കാണിക്കാൻ പാടില്ല. ഈ കസ്വാവിന്റെ ഒരു പ്രത്യേകത അറിയോ? നബി വഫാത്തായപ്പോണ്ടല്ലോ അത് പിന്നെ വെള്ളം കുടിച്ചിട്ടില്ല. നബി വഫാത്തായതിനു ശേഷം വെള്ളം കുടിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല. മരുഭൂമിയിൽ വേച്ച് പോയി. കാരണം ഹബീബിനെ വഹിച്ചൊരു വാഹനമാണത്. അറഫാത്തിലേക്ക് കസ്വായില നബി വരുന്നത്. ബിലാലിനോട് നബി പറയുന്നുണ്ട്, നമ്മുടെ കണ്ണിൽ ഇത് കാണണം നമ്മൾ അറഫാത്തിൽ. ബിലാലിനോട് നബി പറയുന്നുണ്ട്, ബിലാൽ അദ്ദേഹത്തിന് മാത്രം ഉറക്കെയുള്ള ശബ്ദത്തിൽ വിളിച്ചു പറയുന്നു, നിശബ്ദരായിരിക്കും. എല്ലാവരും നിശബ്ദരായിരിക്കും. 1,24,000 എന്നും റസൂല് പതിയെ റഹ്മത്തുൽ ലിൽ ആലമീൻ പതിയെ സംസാരിക്കുകയാണ്. ജബലുർ റഹ്മ, കാരുണ്യത്തിന്റെ പർവ്വത ശിഖരത്തിൽ നിന്ന് അദ്ദേഹം ഹബീബായ നബി അവിടുന്ന് പറയുകയാണ്, ജിബ്രീൽ ഇപ്പോൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവർക്കും സലാം പറഞ്ഞിരിക്കുന്നു. ഈ അറഫാത്തിൽ കൂടിയവർക്കെല്ലാം. അടുത്ത വരി എന്താണെന്നറിയോ? അള്ളാഹു നിങ്ങൾക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വല്ലാത്ത ധൈര്യ ചോദിക്കാൻ, നമുക്ക് മാത്രമാണോ? അല്ല ഉമറേ, ആരൊക്കെ ഇവിടെ വന്നുകൂടുന്നു അവർക്കെല്ലാം. അൽ ഹജ്ജ് ഹുവൽ അറഫ, അറഫയിൽ നൃത്തമാണ് ഹജ്ജ്. കുറച്ചു നേരമെങ്കിലും അവിടെ നിൽക്കണം അല്ലേ? എന്തിനോ അവിടെ ഒരു അറിവിന്റെ ചക്രവാളം ഉണ്ടാകണം. എന്താണ് അറിവിന്റെ ചക്രവാളം? അത്
ചോദിച്ചാൽ നിങ്ങൾ എന്താണ് മറുപടി പറയുക? നിങ്ങളെക്കുറിച്ച്, എന്നെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ബോധ്യമുണ്ടായ فما أنتم قائلون قالوا نشهد أنك قد عديت وبلغت ونصحت. നബിയേ, അങ്ങ് ഞങ്ങളോട് ഗുണകാംക്ഷയുള്ളവനായിരുന്നു എന്നതിന്, അങ്ങ് അങ്ങയുടെ സന്ദേശം പൂർത്തീകരിച്ചു എന്നതിന് ഞങ്ങൾ സാക്ഷികളാണ് നബിയേ. റസൂലുള്ളാഹി തങ്ങള് നമുക്ക് ഏൽപ്പിച്ചു തരാൻ ഈ ദീനിന്റെ സാക്ഷികളായിട്ട് നിങ്ങൾ മാറും. ഓരോ ആ വിളക്കാണ് കൊളുത്തുന്നത്. അറഫയിൽ പോയി പണ്ടൊരാൾ ദുആ ചെയ്തതിന് അല്ലാഹ് പറയിപ്പിക്കല്ലേ അല്ലാ എന്ന്. അതാണ് പ്രിയപ്പെട്ടവരെ, ഒരു സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ പ്രസരണം ചെയ്യാൻ കഴിയണം. മുസ്ദലിഫ പ്രണയത്തിന്റെ ഇടമാണ്. ഒന്നുമില്ല, അങ്ങനെ കിടക്കാണ് മനുഷ്യന്മാർ. കയ്യിലൊന്നുമില്ലടോ. അങ്ങനെ തന്നെയാണ് നമ്മൾ നിസ്സാരനാണ്. മർത്യൻ നിസ്സാരനാണ് അല്ലാഹു നിത്യ സത്യപ്രകാശത്തിൻ മുന്നിലെന്നും. നമ്മൾ നിസ്സാരനാണ്. എന്നുടെ വാക്കും ആണെങ്കിലും സുബ്ഹാനേ നിങ്ങളുടെ സ്തുതി അത് പൊന്നായി മാറുകയാണല്ലോ. ആഴക്കടലാം നിന്നുടെ അറിവിൻ തിരകൾ തൊട്ടുമടങ്ങുമ്പോൾ കോരിയെടുക്കും കുമ്പിളിലൂടെ അഹംഭാവം. നമ്മളൊന്നുമല്ല എന്നറിയുന്ന സ്ഥലം മുസ്ദലിഫ. ഓരോ സ്ഥലത്തെക്കുറിച്ചും പഠിക്കുക. നിരന്തരമായ പ്രാർത്ഥനകൾ, ഇസ്തിഗ്ഫാറുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹജ്ജും ഉംറയും ഒക്കെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മോട് സംസാരിച്ച ഹാരിസ് സാഹിബിന് കൃത്യമായ നന്ദി അറിയിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാകും. അൽഹംദുലില്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ 1.5 മണിക്ക്